കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പം, നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ആയുസ്സിൽ ദൈവം എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 4-ാമത്തെ പ്രാവശ്യമാണ് ഈ ചർച്ചിൽ വരുന്നത്. ആദ്യം വന്നത് എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ഷിബു തോമസ്, എബി പാസ്റ്റർ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഒരു സൺഡേയിൽ വന്നപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളതായ സൗഹൃദം അത്രമാത്രം ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ വന്നു, സഭായോഗത്തിലുണ്ടായിരുന്നു. അന്ന് ഒരു ഗ്രീറ്റിങ്സ് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പിന്നീട് ഇതിനു മുൻപ് അതിനുശേഷം 2 മീറ്റിങ്ങുകൾക്ക്, എത്ര ദിവസം എനിക്ക് ഓർമ്മയില്ല, 1-2 മീറ്റിങ്ങുകൾക്ക് 2 പ്രാവശ്യമായിട്ട് വരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇത് 4-ാമത്തെ വിസിറ്റിംഗാണ്. വാസ്തവത്തിൽ ഈ സഭയിൽ വരുന്നത്, സഭയിൽ വന്നതുകൊണ്ടല്ല, ഞാനൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്, ഞാൻ സന്തോഷമായിട്ട് കാണുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നതിന് ശേഷം പോയിടങ്ങളിലൊക്കെ ചിലയിടത്ത് പേര് പറഞ്ഞു, മറ്റ് ചിലങ്ങളിൽ പേര് പറയാതെയും ദൈവം തൻ്റെ സഭയെ പണിയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ചിലരുള്ള പേഴ്സണലായിട്ടുള്ളതായ എൻ്റെ കമ്മ്യൂണിക്കേഷനും ഞാൻ പറയുകയുണ്ടായി. കാരണം അത് ഒരിക്കലും അതിശോക്തിയല്ല, ഞാൻ നടത്തുന്ന ഒരു നിരീക്ഷണമാണ്, ഞാൻ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളാണ്, എനിക്കുണ്ടാക്കുന്ന ചില എൻകൗണ്ടറുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് സത്യസന്ധമായിട്ട് ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഈ സിറ്റിയിൽ, ഇതൊരു സിറ്റിയാണല്ലോ എറണാകുളം അല്ലേ, ഈ സിറ്റിയിൽ ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് എബി പാസ്റ്റർ അറിയാം. അദ്ദേഹം ഇവിടുത്തെ ആ തിരക്കുള്ള സമയങ്ങളൊക്കെ ആയതുകൊണ്ട് ചില വർഷങ്ങളായിട്ട് എപ്പോഴും കാണുവാനോ വിളിക്കുവാനൊന്നും കഴിയത്തില്ലെങ്കിൽ തന്നെ ദൈവം തന്നെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരാളെ ക്ഷണിച്ചാലും ദൈവം അയക്കാതെ അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രം ബാധകമല്ല, നിങ്ങൾക്കും ബാധകമാണ്. ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നമുക്ക് ആ ഒരു വലിയ ബോധ്യം ഉണ്ടാകണം. ദൈവം ഒരിടത്ത് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാത്ത ഒരു ദൈവത്തിൻ്റെ പദ്ധതി അതിന് പിന്നിലുണ്ട്. ദൈവം നമുക്കൊരു നിയമനം നൽകുമ്പോൾ ആ നിയമനത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഏതൊരു പ്ലേസ്മെൻറ്റും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. പ്രത്യേകിച്ച് ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ അങ്ങനെ ദൈവം നിങ്ങളിവിടെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ കൊച്ചുമക്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കുക. അതിനായിട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദിനംതോറും അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, ആത്മീയ കൂട്ടായ്മകൾ. അതിനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരുക്കം ദൈവം പ്രതീക്ഷിക്കുന്നു. നാം ഒരുക്കപ്പെട്ടാൽ നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില ചിന്തകളൊക്കെ പറയുന്നതിൻ്റെ മനസ്സിൽ ചിന്തിക്കാത്ത പറയുകയാണ്. നാം ഒരുക്കപ്പെട്ടാൽ നമുക്ക് വേണ്ടിയുള്ളതെല്ലാം എന്ത് ചെയ്യും? ഒരുങ്ങി വരും. അതിനെ ഒരുക്കി നിർത്തുവാൻ നമുക്കുറവിടം ചെറുതാണെങ്കിലും ഉടയവൻ വലിയവനായതുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്യും? എത്തേണ്ട സമയങ്ങളിൽ അതെല്ലാം എത്തും. ഇനിയും അത് എത്തിപ്പിടിക്കുവാൻ നമ്മൾ അശക്തരാണെങ്കിലും അതിനെ ചായ്ച്ചു തരുവാൻ, അതിനെ നമ്മിലേക്ക് ഇറക്കി തരുവാൻ, നമ്മിലേക്ക് കൊണ്ടുതരുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അല്പസമയം കരങ്ങൾ വെച്ച് കർത്താവിനെ സ്തുതിക്കാം.
എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഉടല ഹംദലാര ബൗഡല ശംദലാര ഗസ്തല ഗൗഡലാര ഹംദലാര ബൗഡല ശംദലാര ഗസ്തല ഗൗഡലാര ഹംദല ബൗഡൽ ശംദലാര ഗസ്തല ഗൗഡലാര ഹംദല ബൗഡല ശംദലാര ഗസ്തലാര ഉടല ഹംദലാര ബൗഡല ശംദലാര ഗസ്തല ഗൗഡല ഹംദലാര ബൗഡൽ ശംദലാര ഉടലാര ഹംദല ബൗഡല ശംദലാര ഗസ്തല ഗൗഡല ഹംദലാര ബൗഡൽ ശംദലാര. പ്രിയരെ, ഞാനും നിങ്ങളും എല്ലാവരും ഒരു യാത്രയിലാണ് അല്ലേ? ജീവിതം തന്നെ ഒരു യാത്രയാണ്. എല്ലാ യാത്രയ്ക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നമ്മുടെ യാത്രയുടെ ഡെസ്റ്റിനി ഇറ്റേണിറ്റിയാണ്. ആ യാത്രയിൽ നമ്മൾ ആ ഇറ്റേണിറ്റിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പലതും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായി വരും. പക്ഷേ അങ്ങനെ ഉണ്ടായി വരുന്നതൊന്നും ഇറ്റേണിറ്റി എന്നുള്ളതായ ആ വലിയ സൗഭാഗ്യമോ അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ഒരുക്കിയിരിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യത്തെ നമ്മളെ വ്യതിചലിപ്പിക്കുന്നതായി തീരരുത്. ഈ ഭൂമിയിൽ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കെന്താണ്? ഒരു പ്രോത്സാഹന സമ്മാനമാണ്. പ്രോത്സാഹന സമ്മാനം മിക്കവാറും കിട്ടുന്നത് തോറ്റവർക്കാണ്. അപ്പം ആർത്ഥത്തിൽ അതിനെ കാണണ്ട, ആർത്ഥത്തിനെ കാണണ്ട. എന്തിനാണ് സമ്മാനം കൊടുക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്യല്ല, ആ സ്റ്റുഡൻറ്റ് മറ്റുള്ളവർ എന്ത് ചെയ്യല്ല, ഇൻസൾട്ട് ചെയ്യപ്പെടല്ല. ഒരു സംഘാടകന് അത്രയൊക്കെ വലിയ കരുതലുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ സംവിധാനം ചെയ്യുന്ന ദൈവം ഉണ്ടല്ലോ, ആ ദൈവം നമ്മൾ എങ്ങും തോറ്റ് തുന്നം പാടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൊച്ചു കൊച്ചു സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കണ്ണ് അതിൽ ഉടക്കിപ്പോകല്ല, അതിൽ മാത്രം പതിഞ്ഞു പോകല്ല. അതിലൂടെ നമ്മൾ കാണേണ്ടത് നിത്യത എന്ന ആത്യന്തിക യാഥാർത്ഥ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും കണ്ണ് നിത്യതയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാലൻസ്ഡായിട്ടാണ് പറയുന്നത്. വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് നിശ്ചയിച്ച സമയത്ത് വന്നില്ലെങ്കിലും ഈ യാത്രയിൽ ഞാൻ ഇല്ലാതെയാകയില്ല, ഉടയവൻ എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്നറിയാം, നമ്മൾ പെട്ടെന്ന് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, അങ്ങ് നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നിരാശയിൽ വീണു പോകുവാൻ സാധ്യത. അതുകൊണ്ട് നിത്യത എന്ന ലക്ഷ്യത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടിയാണ് എക്സോഡസ് ചർച്ചിൻ്റെ ഭാഗമാക്കി ദൈവം നമ്മളെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒടുവിൽ നമുക്ക് അത് മിസ്സായി കഴിഞ്ഞാൽ അതൊരു വലിയ മിസ്സിങ് ആയിരിക്കും. ആ മിസ്സിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നും ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിങ്ങനെ ചിന്തിക്കുക എന്താണ് അതിനൊരു ഹെഡിങ് കൊടുക്കേണ്ടതെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾ മറന്നുപോയി. നിങ്ങളുടെ മറവിയാണ് ഞങ്ങളുടെ അനുഗ്രഹം. എങ്ങനെ ഞാൻ ആ സാഹസത്തിന് മുതിരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പാസ്റ്റർ നല്ല ശരിയാണ്, ഒരു അതിശോക്തി പറയല്ല, നല്ല തിരക്കുണ്ട്. എങ്കിലും കർത്താവേ, ദൈവത്തിന് നമുക്ക് തരേണ്ടത് ദൈവം തരണം. ഞാനത് ഇങ്ങനെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ മെസ്സേജിന് ഒരു ഹെഡിങ് കൊടുക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പമുള്ളൊരു യാത്ര, അതാണ് എ ജേർണി വിത്ത് ഗോഡ്. എ ജേർണി വിത്ത് ഗോഡ്, ദൈവത്തോട് ഒപ്പമുള്ള യാത്ര.
അതിനുള്ളതായ ഇൻട്രഡക്ഷൻ ദൈവം തന്നു. എന്താണ് ആ യാത്രയെ എത്തിക്കേണ്ടത്? എവിടെയാണ്? നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കണം. നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കണം. അതൊരിക്കലും നമ്മൾ മറന്നു പോകല്ല. നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കണം. ദൈവത്തോട് ഒപ്പമുള്ള യാത്ര. അത് വേണമെങ്കിൽ നമുക്കൊരു തലക്കെട്ടായിട്ട് ഈ ദിവസങ്ങളിലെ ചിന്തകൾക്ക് നമുക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനിയും നമ്മൾ ആ ചിന്തയിലേക്ക് കടക്കുന്നു എന്ന് ബൈബിളിൽ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ്. ഞാൻ സാധാരണ പെന്തക്കോസ്തുകാരൊക്കെ കൂടുതൽ ലേഖനങ്ങളിൽ നിന്നാണ് പ്രസംഗിക്കാറുള്ളത്. എപ്പിസ്കോപ്പൽ ചർച്ചസിലുള്ളവർ കൂടുതൽ ഗോസ്പൽസ് നിന്നാണ് പ്രസംഗിക്കാറുള്ളത്. ലേഖനങ്ങൾ പ്രത്യേകം അറിയാം, ഭയങ്കര നിയമങ്ങളാണ്, ഇല്ലേ? നിയമങ്ങൾ മാത്രം പറഞ്ഞു പോകും. പക്ഷേ ഗോസ്പൽസ് വരുമ്പോൾ എന്താണ്? കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഗോസ്പൽസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഗോസ്പൽസ് ഒരു ടെക്സ്റ്റാണ് പ്രസംഗിച്ചത്. ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു ക്യാരക്ടറെയാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ അതിന് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കും. അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് തന്നെ എങ്കിൽ ഒന്ന് രണ്ട് പഴയ നിയമ ഭക്തന്മാരുടെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവരെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് യാക്കോബ് വളരെ വ്യക്തമായിട്ട് തൻ്റെ എഴുത്തിൽ പറയുന്നുണ്ട്. ഞാനതൊന്ന് നമ്മുടെ ഒരു ആമുഖമായിട്ട് അത് 5-ാമത്തെ അധ്യായമാണ്. 5-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒന്നാമത് പറയുന്നത് യോബിനെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ച ഒരു വിഷയം യോബിൻ്റെ ജീവിതമായിരുന്നു. അന്ന് ഈ വാക്യം വായിച്ചോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ 10ഉം 15 ഇങ്ങനെയാണ്: സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനാകും. ഓക്കെ, അവിടെ യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ ഏലിയാവിനെ കുറിച്ചാണ് പറയുന്നത്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ ഇവരെയൊക്കെ പുതിയ നിയമത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാൻ എന്താണ് റീസൺ അറിയാമോ? അവരുടെ ലൈഫ് നൽകുന്ന ചില മെസ്സേജുകളുണ്ട്. അവരുടെ ലൈഫ് നൽകുന്ന മെസ്സേജുണ്ട്. അതുകൊണ്ട് നമുക്ക് പഴയ നിയമത്തെ ഒരിക്കലും ഇഗ്നോർ ചെയ്യുവാൻ കഴിയത്തില്ല. അതിനെ എഴുതി തള്ളുവാൻ കഴിയില്ല. ആ പഴയ നിയമ ഭക്തന്മാരുടെ ലൈഫ് നൽകുന്ന മെസ്സേജ് നമ്മൾ റിസീവ് ചെയ്യണം. ഇന്ന് ഞാൻ ജോസഫിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ചില പറയും പഴയ നിയമം വേണ്ട, പുതിയ നിയമം, അതൊരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് സ്റ്റഡിക്ക് ഞാനില്ല. ബൈബിളിൻ്റെ സമഗ്രമായ ദർശനം ഉൾക്കൊണ്ടുണ്ട്. കാരണം പഴയ നിയമം ഒരു റൂട്ടാണെങ്കിൽ പുതിയ നിയമം അതിൻ്റെ ഫ്രൂട്ടാണ്. ഓക്കെ, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ പഴയ നിയമത്തിലെ വ്യക്തികളെ മാത്രമല്ല, ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരെല്ലാവരിലും പ്ലസ്സുമുണ്ട് മൈനസും ഉണ്ട്. ഈ പ്ലസ് നല്ലത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം. എന്നാൽ അവരുടെ ജീവിതത്തിലെ മൈനസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ പകർത്താൻ വേണ്ടിയല്ല, എനിക്ക് അത് ഉണ്ടാകാതെ എൻ്റെ ജീവിതത്തെ നമ്മൾ സൂക്ഷിച്ചു പോകണം. ദാറ്റ് മീൻസ് വി നീഡ് ടു അൺലേൺ ഫ്രം ദ റോങ് ക്യാരക്ടർ. അൺലേണിങ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ലേണിങ്, അല്ലേ? എന്നാൽ പ്ലസ് കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യണം? ലേൺ ചെയ്യുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയ ഒരു നല്ല ബിബ്ലിക്കൽ ക്യാരക്ടറാണ് ജോസഫ്. ഞാൻ നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങൾ സമയം പോലൊന്നും എടുത്ത് വായിച്ച് പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം മുതൽ 50 വരെയുള്ള 13 അധ്യായങ്ങളാണ് ജോസഫിൻ്റെ ചരിത്രം കാണുവാൻ കഴിയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലാണ് ജോസഫിൻ്റെ ചരിത്രം കാണുവാൻ കഴിയുന്നത്. ഇനിയും രണ്ടാമത്തെ പുസ്തകം നിങ്ങൾക്കറിയാം, ഏതാണ്? പുറപ്പാട്, എക്സോഡസ്. നിങ്ങളുടെ ചർച്ചും വളരെ ബിബ്ലിക്കലാണ് കേട്ടോ. എക്സോഡസ്. എല്ലാ ജനസിസും നമ്മളോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്കെന്തുണ്ട്? ഒരു എക്സോഡസ് ഉണ്ട്, ഇല്ലേ? സ്റ്റക്കാകാൻ വേണ്ടിയല്ല. എന്തുണ്ട്? ഒരു യാത്രയുണ്ട്. അപ്പോൾ ഈ 37 മുതൽ 50 വരെ 13 അധ്യായങ്ങളാണ് ജോസഫിൻ്റെ ചരിത്രം കാണുവാൻ കഴിയും. 2,
ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു മൈനസ് കാണാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കണമേ, നെഗറ്റീവായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ജോസഫ് ദൈവമാണെന്നല്ല, പക്ഷേ മറ്റുള്ള ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു പറയുവാനുള്ളതായ യാതൊരു മിസ്റ്റേക്ക് ജോസഫിനില്ല. ഇനിയും എല്ലാറ്റിലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്നവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ ജോസഫിലും കണ്ടെത്തുവാൻ കഴിയും. അത് പറയുമ്പോൾ നിങ്ങൾ ശരിക്കാണില്ലയോ? എല്ലാം പോസിറ്റീവായാലും എന്ത് ചെയ്യും, അങ്ങനെയുള്ള പ്രത്യേകമായ എന്തുവാണ് കണ്ണാടി മേടിച്ചവരുണ്ടല്ലോ, അങ്ങനെ പ്രത്യേക കണ്ണാടി കടകളും ഉണ്ടല്ലയോ, അവരാ പ്ലസ് ഒന്നും കാണത്തില്ല. പണ്ട് ഒരപ്പച്ചനെ ഒരു പഴയ കാലത്ത് ഒരു ഉദാഹരണം, ഒരു കല്യാണത്തിന് പോയി, അവിടെ ഒന്നും നെഗറ്റീവായിട്ട് പറയില്ല. ഒടുവിൽ അപ്പച്ചനോട് കൂട്ടുകാർ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഓ, പഴത്തിന് ഉപ്പില്ലായിരുന്നു എന്ന്. വേറെ ഒന്നും കണ്ടെത്തുവാൻ പറ്റിയില്ല. ഇനി ഇന്നത്തെ ഒരു റീസെൻ്റായിട്ടുള്ള ഉദാഹരണം ഞാൻ ഈയിടെ കേട്ടാൽ ഞാൻ പറയാം. ഒരു മനുഷ്യനെ വളരെ ട്രെയിൻ ചെയ്ത് ഒരു നായ, ഡോഗ്, അതിനെ വെള്ളത്തിലൂടെ നടത്താൻ പരിശീലിപ്പിച്ചു. ഭയങ്കര സന്തോഷം. ഒത്തിരി വർഷങ്ങൾ ട്രെയിൻ ചെയ്തതാണ്, കഥയാണ് കേട്ടോ. ഇതെങ്ങനെ ട്രെയിൻ ചെയ്തു, അങ്ങനെ പതുക്കെ ഈ നായ വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് പലരും നമ്മുടെ ഈ കോൺട്രിബ്യൂഷൻസും പലരും കാണുമ്പോഴാണല്ലോ ആത്മസന്തോഷം ഉണ്ടാകുന്നില്ലയോ. ഇദ്ദേഹം തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ വിളിച്ചു, നല്ല സുഹൃത്താണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, താൻ ട്രെയിൻ ചെയ്ത ഈ ഡോഗ് വെള്ളത്തിലൂടെ നടക്കുന്നത് കാണാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പട്ടിയെ കൊണ്ട് എന്ത് ചെയ്തു, വെള്ളത്തിന് മുകളിൽ കൂടി നടത്തിക്കുകയാണ്. ഈ ഡോഗ് നടന്നു തിരിച്ചു വന്നപ്പോഴേ തൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഈ പട്ടിക്ക് നീന്തറിയത്തില്ലയോ എന്ന്. മനസ്സിലായോ? ഈ പട്ടിക്ക് നീന്തറിയത്തില്ലയോ എന്ന്. എല്ലാ പട്ടികളും നീന്തുമല്ലോ, പക്ഷേ സമയമെടുത്ത് ട്രെയിൻ ചെയ്ത് ഒരു യുണീക്കായിട്ടുള്ള കാര്യം അതിനെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ അത് കാണുവാൻ എന്തില്ല, അടുത്ത കൂട്ടുകാരനും കഴിഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാ ഒരു പാട്ടുണ്ടല്ലോ, എല്ലായിടത്തും തിമിരോ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പലതിൻ്റെയും പോസിറ്റീവ് കാണാൻ പറ്റാതെ പോകും. ഒരു സന്ദേശത്തോടെ പറയട്ടെ, എല്ലാറ്റിലും ഇപ്പോഴും നെഗറ്റീവ് മാത്രം കണ്ടാൽ നാം നമ്മുടെ ആത്മീയതയെ നമ്മൾ എന്ത് ചെയ്യുക, തകർക്കുകയാണ്. ദൈവത്തിൻ്റെ ലെൻസിലൂടെ കാണുവാൻ, സത്യത്തിൻ്റെ കണ്ണാടിയിലൂടെ കാണുവാൻ, നന്മയുടെ കണ്ണാടിയിലൂടെ കാര്യങ്ങൾ കാണുവാനുള്ളതായ ഒരു വിശാലമായ വീക്ഷണം നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ നമ്മളും വളരുകയില്ല, മറ്റുള്ളവർ വളരുവാൻ നമ്മൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അത് ഒരാത്മീയന് സംഭവിച്ചു കൂടാ. പ്രൈസ് ദി ലോർഡ്. എക്സോഡസ് ചർച്ചിൽ അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പോസിറ്റീവ് കാണുവാൻ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും, നമ്മൾ വളർത്തിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും, എല്ലാം പോസിറ്റീവ്സാണ്. പക്ഷേ വേണമെങ്കിൽ കണ്ടെത്തുവാൻ പറ്റുന്ന രണ്ട് നെഗറ്റീവ്, ഞാൻ ഒത്തിരി ഈ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മുടെ ശ്രമമാണല്ലോ. കണ്ടെത്തിയപ്പോൾ ഒരു കാര്യം ഇതാണ്. അതിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയുണ്ട്, ജോസഫ് തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ളതായ ദുശ്രുതി ജോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. അങ്ങനെ വേണം. ഒരു നെഗറ്റീവ് ഉണ്ട്, ദുശ്രുതി. ചിലപ്പോൾ ദുശ്രുതി എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയാണ്, സഹോദരങ്ങളെ കൂടിയപ്പോൾ ഇവരത് ഒരു ധാർമ്മികതയുടെ വഴി വിടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. ഞാൻ ജോസഫിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലാതെ ഒരു പാര വെച്ചതായിട്ട് നമ്മൾ ചിന്തിക്കണ്ട. സഹോദരങ്ങൾക്കിട്ടൊരു പണി കൊടുത്തതായിട്ടല്ല. എന്തല്ലേ, കൊച്ചി ഏറ്റവും ഇളയ പയ്യനല്ലേ, അപ്പം സഹോദരന്മാർ എന്ത് ചെയ്യണം, കാരണം ഈ അച്ചാച്ചന്മാരിൽ നിന്ന് എന്തില്ല, ഇത് അച്ചാച്ചന്മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വലിയച്ഛന്മാർ ആ സ്റ്റാൻഡേർഡിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്റ്റാൻഡേർഡിലേക്ക് റീച്ച് ചെയ്യാതിരിക്കുമ്പോൾ വീട്ടിലെ കറക്റ്റീവ് ഫോഴ്സ് ആരാണ്? പേരൻസാണ്. ദേ ഹാവ് ദ റൈറ്റ്. അപ്പോൾ ഒരു പക്ഷേ വീടിനെ സ്നേഹിക്കുന്ന മകനെന്ന നിലയിലും അത് മാത്രമല്ല അപ്പൻ്റെ ഒരു വാത്സല്യ മകനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതാണ് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തെറ്റെന്ന് പറയുന്നത്, ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയ കാര്യം അറിയാമോ, ഈ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ 2 പേര് അവിടെ വന്നു. ജോസഫ് ചില വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. അവരുടെ സ്വപ്നം ജോസഫ് എന്ത് ചെയ്തു, വ്യാഖ്യാനിച്ചു.
യാതൊരു റിവാർഡും പ്രതീക്ഷിക്കാതെ, പേയ്മെൻ്റ് ഒന്നും പണമൊന്നും മേടിച്ചില്ല. പക്ഷേ മനുഷ്യനല്ലേ, യോസേഫ് പറയുന്നുണ്ട്, ഞാൻ ഈ കുണ്ടറയിൽ വീഴാൻ, ഈ കാരാഗ്രഹത്തിൽ വീഴാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ, ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്കൊരു സ്ഥാനം ലഭിക്കുമ്പോൾ, എൻ്റെ ഈ അവസ്ഥ കൂടി എന്ത് ചെയ്യണം, അറിയിക്കേണ്ടതെന്ന് നീ ഒന്ന് അറിയിക്കണം. ഒരു റെക്കമെൻഡേഷൻ, അത് റീസണബിൾ കാര്യം റെക്കമെൻഡേഷനാണ്. ഈ രണ്ട് കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമയമെടുത്ത് വായിച്ചോ, ഞാനൊരു മിസ്റ്റേക്ക് യോസഫിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പ്രായഭേദമന്യേ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഒരു റോൾ മോഡലാക്കി, ഒരു മാതൃകാ പുരുഷനാക്കി ഒത്തിരി ലെസൺസ് ഈ ജോസഫിൻ്റെ ലൈഫിൽ നമുക്ക് ലേൺ ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പഴയ നിയമത്തിലെ ഈ ഭക്തന്മാരുടെ കാര്യം പറയുന്നത്? യോബിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ദൃഷ്ടാന്തത്തിനും ഒരു ബുദ്ധി ഉപദേശത്തിനുമായി എഴുതി വച്ചിരിക്കുന്ന പോലെ യോസഫിൻ്റെ ജീവിതം കൈമാറുന്ന സന്ദേശങ്ങൾ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് നിത്യത എന്നുള്ള വലിയ യാത്രയ്ക്ക് നാം ഒരുങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 13 അധ്യായങ്ങൾ, 37 മുതൽ 50 വരെയുള്ളതായ 13 അധ്യായങ്ങൾ മനസ്സ് തുറന്ന് വായിക്കുവാനും പഠിക്കുവാനും എക്സോഡസ് ചർച്ചിലുള്ള എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും പ്രധാനമായിട്ട് ഞാൻ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള യാത്ര എന്നുള്ളതാണല്ലോ. ദൈവത്തോടൊപ്പമുള്ള യാത്രയിൽ 39 അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. താങ്ക് യു. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, അവന് കൃതാർത്ഥന. ഇംഗ്ലീഷിൽ ഹി ബിക്കെയിം സക്സസ്ഫുൾ, അല്ലേ? അവൻ എന്ത് ചെയ്തു, പ്രോസ്പർ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫ് ജീവിതത്തിൽ എന്ത് ചെയ്യിച്ചു, വിജയിച്ചു. വിജയം എന്നുള്ളൊരു സെക്കുലർ ടേമാണ്, ഇല്ലേ? സെക്കുലർ ലോകമാണ് വിജയം എന്നൊക്കെ പറയും. നമുക്ക് നമ്മുടെ ബിബ്ലിക്കൽ ടൈമിൽ തന്നെ വരാം. അവൻ്റെ ജീവിതം ഏറ്റവും എന്ത് ചെയ്തു, അനുഗ്രഹിക്കപ്പെട്ടു, വളരെ അർത്ഥപൂർണമായി തീർന്നു, വളരെ പ്രൊഡക്റ്റീവായി മാറി. എന്തുകൊണ്ട്? ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ആ വാക്യം നമുക്ക് കൈമാറുന്ന ഒരു സന്ദേശമുണ്ട്. കൂടെ നിൽക്കേണ്ടുന്നവർ കൂടെ നിന്നില്ലെങ്കിലും, കൂടെ നിർത്തിയില്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് അകലം പാലിക്കുന്നെങ്കിൽ, ആ അകലം ശരിയാണെന്ന് അവർ മനസ്സിലാക്കി നിങ്ങളെ മാറ്റി നിർത്തുന്നെങ്കിൽ, നിങ്ങളോട് ദൈവം പറയുന്നു, ദൈവം കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആരെല്ലാം നമ്മോട് കൂടെ ഉണ്ടായിട്ടും ദൈവം അകലം പാലിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. ആര് കൂടെയില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ആരുമില്ല എന്നുള്ളതായ ചിന്ത നമ്മളെ വളരെ അധികം മനസ്സിനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ചിലപ്പോൾ ആരുമില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്തത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയാതെ പറയും, ചിലപ്പോൾ മനസ്സിൽ പറയും. പക്ഷെ ഞാൻ പറയട്ടെ, ആരുമില്ലാത്തതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ആരോരുമില്ലാത്ത ഒരു വ്യക്തിയെ എത്തേണ്ടതിടത്ത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മിലൂടെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മളെ ഒറ്റയ്ക്കാക്കണമെന്ന്. നമ്മളെ ഒറ്റയ്ക്കാകുന്നത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ടല്ല, നമ്മളെ എത്തേണ്ടുന്ന ഡെസ്റ്റിനിയിലേക്ക് എത്തുവാൻ ചില ഒറ്റപ്പെടലുകൾ നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാവുന്നത് കൊണ്ട്. ദൈവം എന്ത് അറിയാമോ? മുൻപും പിൻപും അടയ്ക്കും.
ദൈവം മുൻപും പിൻപും അടയ്ക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു വാതിലും തുറക്കാൻ ശ്രമിക്കാതെ മുഴങ്കാല് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ തയ്യാറായാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഉപവാസത്തോടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, എല്ലാവരും കൂടെ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ഉന്നതമായ നിലയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം തന്നെ തീർപ്പ് കൽപ്പിക്കും. ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയാത്ത യാതൊന്നുമില്ല. അത് മക്കളുടെ അഡ്മിഷൻ ആണെങ്കിലും, ഒരു രാജ്യത്തിൻ്റെ വാതിലാണെങ്കിലും, രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും, ആരോടും പറയുവാൻ കഴിയാത്ത സ്വകാര്യ ദുഃഖങ്ങളാണെങ്കിലും ഓർപ്പിക്കട്ടെ, ദൈവത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന് മാത്രമേ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുള്ളൂ. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടല ഹംദലാര ബൗഡൽ ശംദലാര. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കും. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കാക്കും. ഹാഗറിനെ ഒറ്റയ്ക്കാക്കി അല്ലേ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അബ്രഹാം ചെയ്തൊരു വലിയ അപരാധമാണ് അല്ലേ? അബ്രഹാം ചെയ്തൊരു അപരാധമാണ്. ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്തു? ഹാഗറിനെ അന്നത്തെ നിലവിലുള്ളതായ രീതി അനുസരിച്ച് ഉപയോഗിച്ചു. ക്രൈസിസ് മാനേജ് ചെയ്യപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു? ഹാഗർ അവന് എന്ത് ചെയ്തു? ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. അബ്രഹാമിനെക്കാട്ടി വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ സാറയ്ക്കാണ്. അബ്രഹാം എടുക്കാൻ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ അബ്രഹാം ആഗ്രഹിച്ചില്ല. ഭാര്യയുടെ വാക്ക് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഭാര്യയുടെ വാക്ക്. ദൈവം നല്ല എന്ത് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിന് നല്ല ഉദാഹരണം ദൈവം ഇല്ലയോ? നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്ക്. അവിടുത്തെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യപ്പെടുകയാണ്. ദൈവത്തെ പോലെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു വ്യക്തിയില്ല. ഒന്നാമത് അഡ്രസ്സ് ചെയ്യുന്ന വീട്ടിലെ പ്രശ്നമാണ്. നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്ക്. അവിടുത്തെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യപ്പെട്ടു. ഹാഗർ പുറത്തു പോയപ്പോൾ എന്ത് ചെയ്തു? വീട്ടിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മളെ ചില ഇനീഷ്യേറ്റീവുകളൊക്കെ എടുക്കണം. പക്ഷേ വേറെ കാര്യമുണ്ട്, ദൈവം വീട്ടിലെ പ്രശ്നം മാത്രമല്ല പരിഹരിച്ചത്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ പ്രശ്നം ദൈവം പരിഹരിച്ചു. അതാണ് ദൈവത്തിന് ഇടപെടൽ. ദൈവത്തിന് മുഖപക്ഷമില്ല. പുറത്താക്കപ്പെട്ടവളെ അനാഥയായി മരുഭൂമിയിൽ ദൈവം വിട്ടില്ല. ദൈവങ്ങളെ തനിച്ചാക്കിയെങ്കിലും ചേർത്ത് പിടിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തനിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം ചേർത്ത് പിടിക്കുന്നവനാണ്. ഹല്ലേലൂയ. നീ അബ്രഹാമിനോട് വലിയ ദേഷ്യം തോന്നാറുണ്ട്. ഇത്രയും മാൻ പവറൊക്കെ ഉള്ള മനുഷ്യനാണില്ലയോ, മണി പവറൊക്കെ ഉണ്ട്. എല്ലാം കണക്ക് കൂട്ടിയൊക്കെയാണ് കൊടുത്തത് ഇല്ലേ? കണക്ക് കൂട്ടി കൊടുത്തു. എവിടെങ്കിലും കുറച്ച് വസ്തുവൊക്കെ മാറ്റി അങ്ങ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു വീടൊക്കെ വെച്ച് അവിടെങ്ങനെ കൊടുപ്പിക്കാൻ. പക്ഷേ ഇറക്കി വിട്ടു. പക്ഷെ ദൈവം എന്തറിയാമോ? കണക്ക് കൂട്ടാതെ മരുഭൂമിയിൽ ദൈവം താൽക്കാലിക ശമനം മാത്രമല്ല, നീരുറവയെ ദൈവം തുറന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തുറന്നാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ ആർക്കും കഴിയില്ല. നിന്റെ ഏത് വിഷയത്തിലും ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില വിഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ചിലരാഴ്ചകൾക്ക് മുൻപ് അല്ലേ. നമ്മളൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ബിയോണ്ട് അവർ കാൽക്കുലേഷൻ, ബിയോണ്ട് അവർ സ്പെക്കുലേഷൻ, നമ്മുടെ കണക്കൂട്ടൽക്ക് അതീതമാണ്. നമ്മുടെ മരുഭൂമി നമുക്ക് മരുഭൂമിയായി തോന്നിയേക്കാം. നമ്മുടെ മരുഭൂമി നമ്മുടെ അവസാനമായി തോന്നിയേക്കാം. കാരണം ഈ മരുഭൂമി നാം തനിച്ചാണ്. നമ്മൾ തനിച്ചാണ്. ഹാഗർ തനിച്ചാണ്. ആ കുഞ്ഞിൻ്റെ മരണം പോലും കാണാനുള്ളതായ ആ കെൽപ്പ് അല്ലേ, കെൽപ്പ് ആർക്കില്ല? പെറ്റതള്ളയ്ക്കില്ല. അത് പെറ്റതള്ളയുടെ അതാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ ആ ഒരു പോയിന്റിൽ വരെ ദൈവം എത്തിച്ചിട്ട് ദൈവം മാറി നിന്നില്ല.
പെറ്റതള്ളയ്ക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തത് ആ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു. ചെയ്യേണ്ടുന്നവർക്ക് ചെയ്യുവാൻ കഴിയാത്തത് ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാന നിമിത്തം നീ സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് നിനക്ക് മിസ്സായത് കാണുന്ന ഒരു കർത്താവുണ്ട്, അറിയുന്ന ഒരു ദൈവമുണ്ട്. ഏത് മരുഭൂമിയിലും ദൈവത്തിന് നീര് തുറക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം നിമിത്തം നാം സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് ലൈഫിൽ അഭിമുഖീകരിക്കുന്ന ശൂന്യതയെപ്പോലും തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയുന്നത് അറിയത്തില്ല. യേശു സത്യതയുമാണ് തിരിച്ചറിഞ്ഞപ്പോൾ ലൈഫിൽ വരേണ്ടതിനോടൊക്കെ നോ പറഞ്ഞ് ലാഭങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഒറ്റയായി തീർന്ന ജീവിതത്തിന് അനുഭവങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹാഗറിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നീരുറവ തുറന്ന ദൈവത്തിൻ്റെ ദൂതൻ, ആ ദൂതൻ്റെ പ്രവൃത്തി ഇന്നും തുടരുകയാണ്. ദൈവത്തിൽ ഇടപെടൽ മരിച്ചിട്ടില്ല. ദൈവം ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഇന്നിൻ്റെ ദൈവമാണ്, നാളെയുടെ ദൈവമാണ്, നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ന്യായമായ ഏത് വിഷയത്തിലും ഇത് പ്രവർത്തിക്കുവാൻ ദൈവശക്തനാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്കായി ചലിക്കട്ടെ. ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. അവൻ മരുഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഹൃദ്യമായി നമ്മോട് സംസാരിക്കുന്നവനാണ്. നമ്മുടെ എല്ലാ വഴികളെയും അടച്ച് എല്ലാ പ്രതീക്ഷകളെയും നിർത്തലാക്കിയിട്ട് നമ്മെ തനിച്ചാക്കി മാറി നിൽക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് ഒപ്പമുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തോടൊപ്പം വരേണ്ടതെല്ലാം ദൈവം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതോട് ബന്ധപ്പെട്ട് മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഈ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യനിൽ അവൻ പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. അതാണ് എനിക്കാരുമില്ല എന്നുള്ള അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു. ആരോടാ പറയുന്നത്? അവൻ ആരുമില്ല എന്ന് അറിയാവുന്ന കർത്താവിനോടാണ് പറയുന്നത്. ആദ്യം അവനെ കൊണ്ടാക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് കാണുമായിരിക്കില്ലേ, വീട്ടുകാർ വന്ന് കാണുമായിരിക്കും. കുറച്ച് പേർ ബൈസ്റ്റാൻഡേഴ്സൊക്കെ ആയിട്ട് കുറച്ച് നാൾ നിന്ന് കാണും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ബിസിയായി. ഓരോരുത്തരായിട്ട് അവനെ വിട്ടുപോയി. അവനും തിരിച്ചറിഞ്ഞു ഞാനൊരു ബാധ്യതയായി മാറല്ലേ. ചിലരോട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വിട്ടതായിരിക്കാം. ഒടുവിൽ അവൻ മാത്രമായി. എവിടെയാണെന്നറിയാമോ? കൃപയുടെ കവാടത്തിലാണ്. സൗഖ്യം പ്രാപിച്ചവരെല്ലാം എന്നറിയാമോ? പൊടിയും തട്ടി ഓടിപ്പോയി. അവൻ മനസ്സിലാക്കി കൊണ്ടുവിട്ടവരുമില്ല, കൂടെ കടന്നവരുമില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് പറയുന്നത് എനിക്കാരുമില്ല. അത് കർത്താവാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ തന്നെ എന്ത് ചെയ്യുക, സഹായിക്കാൻ വേണ്ടി വന്നവനായിരിക്കും, ചിന്തിച്ച് കാണും. പക്ഷേ കർത്താവാണെന്ന് അവനെ അറിഞ്ഞില്ല. കാരണം ദേവാലയത്തിൽ വെച്ചാണ് പിന്നീട് മനസ്സിലാകുന്നത്. കർത്താവാണെന്ന് അറിയാതിരുന്നിട്ട് പോലും എനിക്കാരുമില്ല എന്ന് പറഞ്ഞവനോട് കർത്താവ് എന്നറിയാമോ? നീ ഇനി ഇത് പറയാനിട വരില്ല. അവനോട് പറഞ്ഞ് നീ കിടക്ക് എടുത്തുകൊണ്ട് നടക്കാം. പ്രൈസ് ദി ലോർഡ്. നീ അവനെ നടത്തി. അവൻ സൗഖ്യം പ്രാപിച്ചു. എങ്ങോട്ടാണ് പോയത്? എങ്ങോട്ടാണ് പോയത് സൗഖ്യം പ്രാപിച്ചവൻ? ആലയത്തിലേക്ക്. എല്ലാ സൗഖ്യവും നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ അടുക്കലേക്കായിരിക്കണം. നമ്മുടെ സൗഖ്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയല്ല, സൗഖ്യങ്ങളിലൂടെ കർത്താവിലേക്ക് ചെല്ലണം.
കർത്താവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനിയും തിന്മ ഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ നന്മയെ സ്വീകരിക്കണം. ഇത് കേൾക്കണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം അറിയാമോ? നമ്മൾ ആലയത്തിലേക്ക് ചെല്ലണം, കർത്താവിലേക്ക് ചെല്ലണം. വീണ്ടും കർത്താവിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്. സ്തോത്രം. നമ്മുടെ വിഷയം ഇതാണ്: തനിച്ചാക്കി തള്ളിക്കളയാത്ത കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ഇനിയും യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ കൃതാർത്ഥനായി, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. മറ്റു കാര്യം കൂടിയുണ്ട്. യോസഫിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു പറയുമ്പോൾ, ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് എങ്ങനെയും ആകാമെന്നല്ല. യോസഫിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്: ദൈവം കൂടെ ഉണ്ടതുകൊണ്ട് എനിക്ക് എങ്ങനെയും ജീവിക്കാമെന്നല്ല. ഐ ആം മോർ അക്കൗണ്ടബിൾ. അല്ലേ? ഐ ആം മോർ അക്കൗണ്ടബിൾ. കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി, കൂടുതൽ സൂക്ഷ്മതയോടുകൂടി, കൂടുതൽ സമർപ്പണത്തോടുകൂടി എന്ത് ചെയ്യുകയാണ്? യോസഫ് ജീവിക്കുകയാണ്. അപ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന അനുഭവം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് എങ്ങോട്ടാണ് അറിയാമോ? കൂടുതൽ സമർപ്പണത്തിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് തനിക്ക് തിന്മ ചെയ്യുവാൻ ഒത്തിരി സമ്മർദ്ദങ്ങൾ വന്നപ്പോഴും യോസഫ് എന്ത് നിലപാട് സ്വീകരിച്ചത്? ഞാൻ ഈ ദോഷം ചെയ്യുകയില്ല, എൻ്റെ ദൈവത്തോട് ഞാൻ ദോഷം പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ദൈവം കൂടെ ഉള്ളത് എന്തെങ്കിലും നന്മ വരുവാനുള്ളത് ഒരു വഴിയായിട്ട് മാത്രമല്ല, വളരെ അക്കൗണ്ടബിളായിട്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ തിരിച്ചറിവ് നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് കൂടുതൽ അക്കൗണ്ടബിലിറ്റിയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വെറുക്കുന്നതിനെ വെറുത്ത് ജീവിക്കുവാൻ, ദൈവം ഇഷ്ടപ്പെടാത്തതിനെ നാം ഇഷ്ടപ്പെടാതെ ജീവിക്കുവാൻ, ദൈവം അകലുവാൻ കൽപ്പിച്ചതിനോട് നാം അകന്ന് ജീവിക്കുവാൻ, ദൈവം നോ പറയുവാൻ ആഗ്രഹിക്കുന്നതിനോട് നോ പറഞ്ഞ് ജീവിക്കുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സ്പിരിച്വാലിറ്റിക്ക് ഇങ്ങനെ രണ്ട് വശങ്ങൾ കൂടിയുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു റിസീവറായിട്ട് മാത്രമല്ല, നമ്മളൊരു കോൺട്രിബ്യൂട്ടറായിട്ട് കൂടെ മാറണം. ഒരു കൺസ്യൂമറായിട്ട് മാത്രമല്ല, ഒരു കോൺട്രിബ്യൂട്ടറായിട്ട്. അല്ലേ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായിട്ട് മാത്രമല്ല, മറിച്ച് സമർപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് എങ്ങനെയും ആകാമെന്നല്ല, മറിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്. ഞാൻ ചില നാളുകൾക്ക് മുൻപ് ഇന്ത്യ ടുഡേയുടെ ഒരു എഡിറ്റോറിയൽ വായിച്ചു. ആ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് ഇതാണ്: നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി എടുത്താൽ മതി. നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി. ഇന്ന് എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്, അല്ലേ? മിക്കവാറും വീടുകൾ എല്ലാവർക്കും അവർ ബെഡ്റൂമുണ്ട്. നാം ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി അത് പരിശോധിച്ചാൽ മതി, നാം ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നാം ദൈവത്തിൻ്റെ മകളാണെന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് നമ്മുടെ ബൗണ്ടറി കാത്തു സൂക്ഷിച്ച് സമർപ്പണത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. ജോസഫ് അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ്, ഇല്ലേ? അവന് ഒരു പേരൻ്റൽ സൂപ്പർവിഷൻ ഇല്ല, പേരൻസ് കൂടെ ഇല്ല, ലോക്കൽ ഗാർഡിയനും ഇല്ല, ദിനംതോറും ഫോൺ ചെയ്യാനും ആരുമില്ല, കറക്റ്റീവ് ഫോഴ്സായിട്ട് ആരുമില്ല. പക്ഷേ ജോസഫ് തന്നെ അവൻ്റെ കോച്ചായി, അവൻ്റെ കറക്റ്റീവ് ഫോഴ്സായി, അവൻ്റെ മെൻറ്ററായി, അവൻ്റെ തന്നെ തിരുത്തൽ ശക്തിയായി അവൻ മാറിയത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നായകനായിട്ട് മാറിയത്. ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. യാത്രയുടെ ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ ആ യാത്രയിൽ കാണുന്ന ദൈവം ഇഷ്ടപ്പെടാത്ത ഓരോ കാര്യങ്ങളോടും
നമ്മൾ അകന്ന് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എക്സോഡസ് ദൈവം കൊണ്ടെത്തിച്ചത് ഒരു ആധ്യാത്മികത എക്സോഡസിന് വേണ്ടിയാണ്. ആ യാത്രയിൽ അകലം പാലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കല്ല. അതിനെ നമുക്കിഷ്ടമാണെന്ന് തോന്നിയാലും അത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതിനോട് നോ പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് നമ്മുടെ മനസ്സിനെ നാം ഒരുക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയായി ഒഴുകപ്പെടുന്നത്. മനസ്സിലായി ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതൊക്കെയും നമുക്ക് ഡിലേ ആകുന്നത്, ചിലതൊക്കെയും ബ്ലോക്ക് ആകുന്നൊരു റീസൺ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് കാണുവാൻ, നമ്മളെ തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ, ദൈവം ഇഷ്ടപ്പെടാത്ത ഏതെല്ലാം കാര്യങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ദൈവം വെറുക്കുന്ന ഏതെല്ലാം കാര്യങ്ങളെയാണ് ഞാൻ വീറോടെ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ചില പെരുമാറ്റങ്ങളായിരിക്കാം, ചില വാക്കുകളായിരിക്കാം, ചില സ്വഭാവ രീതികളായിരിക്കാം, രഹസ്യ പാപങ്ങളായിരിക്കാം. ഇതെന്താണെന്ന് ഒരു സായിപ്പ് നമ്മുടെ തലയിൽ കൈവച്ച് പറയേണ്ടുന്ന കാര്യമില്ല. ഇന്ന് പകൽക്കാലം ദൈവം ബോധ്യപ്പെടുത്തുന്നതിന് അതിനെ വേരോടെ പിഴുതെറിയുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം തീരുമാനമെടുക്കണം. ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിനായിട്ട് നമ്മളെ സമർപ്പിക്കണം. അപ്പോഴാണ് യാത്ര ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറുന്നത്, യാത്ര ഏറ്റവും ഉന്നതമായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മോട് കൂടെ ഉള്ളത് എന്തിനു വേണ്ടിയാണ് അറിയുമ്പോൾ? ഒരു അക്കൗണ്ടബിളായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഇനിയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് നേടുവാനും കഴിയുമെന്നതിലുപരിയായിട്ട് എനിക്ക് ദൈവത്തിനായി എന്ത് ചെയ്യുവാനും കഴിയും. നമ്മുടെ യാത്രയിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കണം. ഒരു കൺസ്യൂമർ കൾച്ചറിലുപരിയായിട്ട് ഒരു കോൺട്രിബ്യൂട്ടിങ് ഏജൻ്റായിട്ട് മാറണം. കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അങ്ങനെ ചെയ്യാൻ സമർപ്പിക്കപ്പെടുമ്പോൾ എന്തറിയാമോ, നമുക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ഭയവും ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വാർത്ഥതയും കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് അവിടെ കൊണ്ടെത്തിക്കും. എന്നാൽ അതിൽ നിന്ന് മാറി ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് ദൈവിക പരിജ്ഞാനത്തിലെത്തി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴറിയാമോ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മളിലൂടെ നടക്കും. നമ്മുടെ ഗ്യാപ്പുകൾ ദൈവം ഫില്ല് ചെയ്യുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തണം. ഇതിന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരു ഹെൽത്തി സ്പിരിച്വാലിറ്റി എന്ന് പറയും. എന്താണ്? ഒരു ആരോഗ്യപരമായ ആത്മീയത. ദൈവത്തെ ഒരു ക്രൈസിസ് മാനേജരായിട്ട് മാത്രം കാണുന്നത്, ഒരു എമർജൻസി എക്സിറ്റായിട്ട് മാത്രം ദൈവത്തെ കാണുന്നത്, അത്യാഹിതം ഉണ്ടാകുമ്പോൾ പുറത്തു വരുവാനുള്ള വഴിയായിട്ട് മാത്രം ദൈവത്തെ കാണുന്നറിയാമോ, അതൊരു ആരോഗ്യപരമായ ആത്മീയതയല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യും, അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ക്രൈസിസിന് മാത്രം നമ്മൾ ക്രൈസ്റ്റിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. മനുഷ്യർക്കെല്ലാം അങ്ങനെ ഒരു ട്രെൻഡുണ്ട് ഇല്ലേ, ക്രൈസിസിൽ മാത്രം ദൈവത്തെ. പക്ഷേ ക്രൈസിസ് ഒന്ന് റിസോൾവ് ചെയ്യപ്പെട്ടാലും നമുക്ക് കർത്താവുമായിട്ടുള്ള കണക്ഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു ഹെൽത്തി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അല്ലെങ്കിൽ അറിയാമോ, ചില കാറ്റുകൾ അടിക്കുമ്പോൾ, വൻമഴ ചൊരിയുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി ലഭിക്കാതെ വരുമ്പോൾ അറിയാമോ, നമ്മളെ നിരാശ ഈ വേട്ടയാണ്, നമ്മൾ പുറകോട്ട് മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ളതായ നല്ല ബന്ധത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. സ്തോത്രം. നമുക്ക് ആ വിഷയത്തിലേക്ക് ഇനി വരാം. ഇനി നമ്മൾ ഈ 37-ാം അധ്യായത്തിൻ്റെ 1-2 കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പല എലമെൻസും കാണുവാൻ പറ്റത്തില്ല. പക്ഷേ ജോസഫിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും തൻ്റെ പിതാവ് യാക്കോബ്, യോസഫിൻ്റെ പിതാവ് യാക്കോബ് ചെയ്ത ഒരു കാര്യമുണ്ട്. ആ ഒരു പിതാവും ചെയ്യാൻ പാടുള്ള കാര്യമൊന്നുമല്ല. എന്താണെന്നറിയാമോ, എല്ലാ മക്കളിലും വെച്ച്, 3-ാമത്തെ വാക്യം, എല്ലാ മക്കളിലും വെച്ച് അവനെ
അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അതിന് റീസൺ ഉണ്ട്. വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ഒരു സ്നേഹം എന്താണ് ഈ മകനോട് കൂടുതൽ. പക്ഷെ എങ്ങനെയായത്? വാർദ്ധക്യത്തിലെ മകനാണെങ്കിലും യൗവനത്തിലെ മകനാണെങ്കിലും മകളാണെങ്കിലും അറിയാം, എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹം കാണിക്കുവാൻ എല്ലാ പേരൻസും ബാധ്യസ്ഥരാണ്. നമ്മളങ്ങനെ കാണിച്ചാൽ തന്നെ മക്കൾ പറയും, ഡാഡിക്ക് എന്നോടല്ല സ്നേഹം, ചേട്ടനോടാണ് സ്നേഹം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കാണിക്കാതിരുന്നാലോ? ഇത് യാക്കോബ് ചെയ്ത ഒരു തെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെറ്റിനൊരു റീസണുണ്ട്. യാക്കോബ് പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആദ്യത്തെ യൂണിവേഴ്സിറ്റി. അതേതാണ്? അമ്മയുടെ യൂണിവേഴ്സിറ്റി. അമ്മ പഠിപ്പിച്ചതാണ്. അമ്മയ്ക്ക് എന്താ അറിയാമോ? യാക്കോബിനോട് വലിയ സ്നേഹം, അപ്പന ഇസാക്കിന് യേശാവിനോട് സ്നേഹം. അപ്പം ചെറിയ പ്രായത്തിൽ ആ യൂണിവേഴ്സിറ്റി എഴുതിയ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തില്ല? ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞറിയാമോ, യാക്കോബ് ഫാമിലി ലൈഫ് ആരംഭിച്ചു, അവന് മക്കളായി. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഈ മകനോട് എന്ത്, യോസഫിനോട് വലിയ സ്നേഹം. യോസഫിനെ അവൻ്റെ സഹോദരന്മാർ പകയ്ക്കുവാനുള്ള റീസൺസ് ഒരു റീസൺ ഇതായിരുന്നു. ഒന്ന്, അവൻ കണ്ട സ്വപ്നം. രണ്ട്, അപ്പൻ്റെ വലിയ സ്നേഹം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ കാണിക്കുന്നതായ പേരൻറ്റിങ് സ്റ്റൈല് നമ്മൾ പറഞ്ഞാലും നമ്മുടെ മക്കളുടെ തലയിൽ അത് എഴുതപ്പെടും. അതുകൊണ്ട് ട്രൈ ടു ബി എ ഗുഡ് ഫാദർ ആൻഡ് ഗുഡ് മദർ. ഒരു നല്ല അപ്പനാകുവാൻ, നല്ലൊരു അമ്മയാകുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അതിന് നമുക്ക് ലഭിക്കുന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാ ബൈബിൾ ഉൾക്കാഴ്ചകളും നമ്മളതിന് പകർത്തണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു കാര്യം, എന്താണ് യോസഫിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിൻ്റെ കാരണം? ഒരു ബയാസുമില്ലാതെ നമുക്കൊന്ന് നോക്കാം. എന്താണ് യോസഫിൻ്റെ ജീവിതം ഏറ്റവും ജയിക്കുവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ധന്യമായി തീരുവാൻ ഉള്ള റീസൺ എന്താണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സിമ്പിൾ ഉത്തരവാണ്. ദൈവത്തോട് എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ മാറ്റി പറയുന്നു, യോസഫിൻ്റെ ലൈഫിൽ ഒന്നാം സ്ഥാനം ദൈവമായിരുന്നു. ഒന്നാം സ്ഥാനം, അല്ലെങ്കിൽ അവൻ്റെ ലൈഫ്, നമ്മുടെ ഭാഷ ജെൻസി ലാംഗ്വേജ് പറഞ്ഞാൽ അവൻ്റെ ഹീറോ ആയിരുന്നു ദൈവം, ഇല്ലേ? ഒന്നാം സ്ഥാനം ദൈവമാണ്. ജീവിതത്തിൻ്റെ ഹീറോ ആരായിരുന്നു? ദൈവം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം സീറോ ആകുവാൻ, വട്ടപ്പൂജയാകാൻ ദൈവം അനുവദിച്ചില്ല. അവരെ ഹീറോ ആക്കുവാൻ അവൻ്റെ അപ്പൻ കൂടെയില്ലെങ്കിലും, അമ്മ മിസ്സായെങ്കിലും, ചേട്ടന്മാർ എതിരായെങ്കിലും ആ ജീവിതം തകരുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം നിരന്തരമായി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവം തന്നെയായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു ഇൻഫീരിയർ ഓപ്ഷനായിട്ട് മാറല്ലേ, ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് ദൈവം മാറല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ ദൈവമായിരിക്കണം. കാരണം ദൈവം നമ്മളെ ഡിസൈൻ ചെയ്യുന്ന പോലെ ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ 500 വിദ്യാർത്ഥികളുള്ളതായ ബിസിനസ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ, ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. അത് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. ഇതാണ് 2 ട്രാൻസ്പെറൻ്റായ വലിയ ഗ്ലാസ് പാത്രങ്ങൾ. ഈ ഗ്ലാസ് പാത്രങ്ങളിൽ ചില കല്ലുകൾ നിറയ്ക്കാൻ വേണ്ടി 2 വോളണ്ടിയേഴ്സിനെ ആവശ്യപ്പെട്ടു. 2 വോളണ്ടിയേഴ്സ് മുന്നോട്ട് വന്നു. അവരുടെ ലഡുവിന് അത്ര വലിപ്പമുള്ളതായ കല്ല് കൊടുത്തു. 2 പേരോട് ഗ്ലാസ് പാത്രം നിറയ്ക്കാൻ പറഞ്ഞു. 2 പേരും പാത്രം നിറച്ചു, പാത്രം ഫില്ലായി. എന്നിട്ട് ഈ മിടുക്കന്മാരായ വിദ്യാർത്ഥികളോട് ഈ സാർ ഒരു ചോദ്യം ചോദിച്ചു, ഈ പാത്രങ്ങൾ നിറഞ്ഞോ എന്ന് ചോദിച്ചു. അവരെല്ലാം നോക്കിക്കഴിഞ്ഞ് നിറഞ്ഞെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിറഞ്ഞില്ല. തൻ്റെ കയ്യിൽ സൂക്ഷിച്ച ഒരു ചെറിയ ഒരു പാക്കറ്റിൽ കുറച്ച് മണലുണ്ടായിരുന്നു. ഇന്ന് മണൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, എംസാൻഡ് ഉണ്ടായിരുന്നില്ലേ, അത് കൊടുത്തു. മറ്റേ മണൽ കൊടുത്തു. ഇതിലേക്ക് ഇടാൻ പറഞ്ഞു. ഈ പാത്രം മുഴുവൻ ഷെയ്ക്ക് ചെയ്തു. ഇതിൻ്റെ വിടവിലൂടെ എന്നറിയാമോ, ഈ മണലൊക്കെ വന്ന പാത്രം ഫില്ലായി, നിറഞ്ഞു. 3ാമത്തെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾ പറയുക. അപ്പം വിദ്യാർത്ഥികൾ മനസ്സിലായി സാർ ഏതോ കാര്യം കാണിക്കാൻ പോവുകയാണ്. ഒരാൾ പറഞ്ഞു പാത്രം നിറഞ്ഞില്ല. അപ്പോൾ സാറ് പറഞ്ഞു, മെജോറിറ്റി പറഞ്ഞു പാത്രം നിറഞ്ഞെന്ന്. സാറ് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഉത്തരം ശരിയാണ്, പാത്രം നിറഞ്ഞില്ല. ചെറിയൊരു ബോട്ടിൽ വെള്ളം കൊടുത്തു, വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. കുറച്ച് വെള്ളം കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ വെള്ളം എന്ത് ചെയ്തു, ഇതെല്ലാം നിറഞ്ഞ് തുളുമ്പുന്ന ആ അവസ്ഥയിലായി. സാറ് പിന്നീട് ചോദിച്ചു, ഞാൻ കാണിച്ചതായ ഈ ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒത്തിരി ഉത്തരം പറഞ്ഞു. ആ ഉത്തരങ്ങളെയൊക്കെ സാറ് സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം തൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ,
ഞാൻ ചെയ്ത ഓർഡർ ഇങ്ങനെ ആയതുകൊണ്ടാണ് പാത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ നിറയ്ക്കാൻ പറ്റിയത്. ആദ്യം വെള്ളവും രണ്ടാമതും മണലും മൂന്നാമത് ലഡുവിൻ്റെ അത്രയും വലിപ്പമുള്ള കല്ലുകളായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പാത്രത്തിൽ നിറയത്തില്ലായിരുന്നു. ഓർഡർ റിവേഴ്സ് ആയിരുന്നെങ്കിൽ ലക്ഷ്യവിധിയെ നേടാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഓർഡർ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിറയ്ക്കാൻ പറ്റിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ നിറവുണ്ടാകണമെങ്കിൽ ഒന്നാമത് നിറയ്ക്കേണ്ടതിനെ ഒന്നാമത് നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അതെന്താണ്? ദൈവത്തെ തന്നെ നിറയ്ക്കണം. ഉപവാസപ്രാർത്ഥന ഒന്നും മിസ്സാക്കല്ലേ. നിരന്തരമായി പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിരന്തരമായി ബൈബിൾ വായന ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന കറണ്ട് കട്ടിൽ മാത്രമാകല്ലേ. ഇതിനെക്കുറിച്ച് ഒരാൾ സ്റ്റഡീസ് നടത്തി കേട്ടോ. റിസർച്ച്, ഡോക്ടർ റിസർച്ചായിരുന്നു. ഡോക്ടറിലോ അല്ലെ PG റിസർച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയം ചോദിച്ചപ്പം കുറച്ച് പേരെ കണ്ടെത്തിയറിയാം. ഞങ്ങൾക്ക് ഇപ്പോഴല്ല, നേരത്തെയുള്ള റിസർച്ചാണ് പറഞ്ഞ് കൃത്യമായ സമയമില്ല. ചിലപ്പോൾ 7 തൊട്ട് 7:30 വരെ ആയിരിക്കും, ചിലപ്പോൾ 7 തൊട്ട് 8 വരെ ആയിരിക്കും. ഈ കറണ്ട് കട്ട് മാറി മാറി പോകുമല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ കറണ്ട് കട്ടിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ കുടുംബ പ്രാർത്ഥന സമയം എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടേയിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചെയ്യേണ്ടതല്ല പ്രാർത്ഥന. സീരിയലിൻ്റെ സമയങ്ങൾ ഇല്ലേ, ഈ ഒഴിവ് സമയങ്ങളിൽ ഫില്ല് ചെയ്യേണ്ടതല്ല. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അറിയാമോ? ആദ്യം നിറയ്ക്കേണ്ടതിനെ ആദ്യം നിറയ്ക്കണം. ദൈവത്തെ തന്നെ നിറയ്ക്കണം. ബൈബിൾ പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും. ഈ വാക്യം നമുക്കറിയാം ഇല്ലേ? ഈ വാക്യം നമ്മളോട് പറയുന്നു, ഒന്നാമതായി ദൈവത്തെ അന്വേഷിച്ചാൽ, അവൻ്റെ രാജ്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ യാതൊരു കുറവും ദൈവം വരുത്തുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു ദർശനം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ ഇമ്പാർട്ട് ചെയ്യണം. ഈ ദർശനം, ഈ ബാറ്റിന് അവർക്ക് കൈമാറണം. ഒന്നാമത് ദൈവത്തെ അന്വേഷിക്കട്ടെ, ദൈവം ബാക്കിയുള്ള എല്ലാം ചെയ്യും. നമ്മൾ എത്രയോ പ്രാധാന്യത്തോടെ സ്പെഷ്യൽ കോച്ചിങ്, സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാറുണ്ട് ഇല്ലേ? അക്കാഡമിക്സിനൊക്കെ നമ്മൾ എത്രയോ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ ആത്മീയ കാര്യങ്ങൾക്കോ? എക്സാമൊക്കെ അടുത്ത് വരും പലരും പറയാറുണ്ട്, എൻ്റെ മോൻ്റെ +2ൻ്റെ എക്സാമാണ്, അല്ലെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, JEE എക്സാമുണ്ട്, പ്രാർത്ഥിക്കണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അടുത്ത ആഴ്ച എൻ്റെ മോൻ്റെ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയാണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു വിടാം. പക്ഷേ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നീറ്റിന് പ്രാർത്ഥിക്കേണ്ടെന്ന്, കീമിന് പ്രാർത്ഥിക്കേണ്ട, 10th +2 പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത്. ഒരു സമയം പോലും എന്ത് ചെയ്യുന്നില്ല, നമ്മളത് പറയാറില്ല. ഈവൻ സഭായോഗം പോലും മിസ്സാക്കിയിട്ട് എന്ത് ചെയ്യണം, പരീക്ഷ നമ്മൾ സ്പെഷ്യൽ കോച്ചിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കാറുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ ബാക്കിയുള്ളതെല്ലാം ദൈവം തരും. എല്ലാ വിഷയത്തിനും A+ കിട്ടിയ പലരും ജീവിതത്തിൽ A+ നേടിയിട്ടില്ല. ജീവിതത്തെ A+ ആക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മോട് കൈമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ ആയിരിക്കണം. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കരുത്. ഒരു ക്രൈസിസ് മാനേജരായി മാത്രം ദൈവത്തെ കാണല്ലേ. ദൈവത്തെ നമ്മുടെ കർത്താവായി കാണണം, നമ്മുടെ പരമാധികാരിയായി കാണണം. ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ദൈവത്തെ ഇരുത്തണം. സ്റ്റിയറിംഗും കൊടുത്തേക്കണം. സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം? കൊടുത്തേക്കണം. ദൈവം ഡ്രൈവ് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം ഏതുവഴി നമ്മളെ നയിക്കണമെന്നുള്ളത്. അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ദൈവം ആരാണെന്നുള്ള വലിയ ദർശനമുണ്ടായിരിക്കണം. ആ ദർശനമുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞു. ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന് ഒത്തിരി സംഭാവന നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ റിലീജിയൻ ഈസ് ആൻ ഇൻഫൻറ്റൈൽ നീഡ്. മതം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയുടെ ആവശ്യമാണ്. കൊച്ചുകുട്ടിയാണല്ലോ അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നവരാണ് ഒരു കൊച്ചുകുട്ടിയാണ്. LKG UKG പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി, സെക്കൻഡ് സ്റ്റാൻഡേർഡായി, അല്ലെങ്കിൽ 8th പഠിക്കുമ്പോഴോ നമ്മളങ്ങോട്ട് സഹായിക്കാൻ ഡാഡി പിടിക്കണ്ടെന്ന് പറയും, എനിക്കറിയാമെന്ന് പറയും ഇല്ലേ? എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഇല്ലേ?
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനുഷ്യൻ വളരാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. ഒരു കുട്ടി വളരുമ്പോൾ എന്തറിയാമോ, അവന് അപ്പൻ്റെ അമ്മയുടെയും കൈ പിടിക്കുന്നില്ല. ഇതുപോലെ വളരാത്ത മനുഷ്യനാണ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഇൻഫൻറ്റൈൽ നീഡാണെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്, ഞാനല്ല പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള എല്ലാ സൈക്കോളജിസ്റ്റും അവരുടെ തിയറി ഡെവലപ്പ് ചെയ്തത്. ഒന്നുകിൽ അവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം മനഃശാസ്ത്രത്തിന് നൽകിയ ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നതിന് മറുപുറമുണ്ട്. ഞാൻ പറയുന്നു, ഒരു വ്യക്തിയുടെ വളർച്ചയില്ലായ്മയുടെ ലക്ഷണമല്ല, ഒരു മനുഷ്യൻ വളരുന്നതിൻ്റെ ലക്ഷണമാണ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. നമ്മൾ എത്രമാത്രം ഉപവസിക്കുമോ, എത്രമാത്രം പ്രാർത്ഥിക്കുമോ, എത്രമാത്രം വിശുദ്ധിയിൽ വളരുവാൻ നമ്മൾ ആഗ്രഹിക്കുമോ, അതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ ആത്മീയമായി വളരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. എന്താണ് ബൈബിൾ പറയുന്നത്? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലമുള്ളവനല്ല ഭാഗ്യവാൻ, ഇല്ലേ? മസിൽ പവർ ഉള്ളവനല്ല ഭാഗ്യവാനായിട്ട് ബൈബിൾ പറയുന്നത്. അവൻ രോഗിയായിരിക്കാം, അവന് വൾണറബിൾ ആയിരിക്കാം, എങ്കിലും അവൻ്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ബൈബിൾ പറയുന്നു അവൻ ഭാഗ്യവാനാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഭാഗ്യക്കുറി അടിക്കുന്നതല്ല ഭാഗ്യം, ബലം ദൈവത്തിലുള്ളതാണ് ഭാഗ്യം. സ്തോത്രം. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നത് അവന് ദൈവത്തിലുള്ളതായ വിശ്വാസം കൊണ്ടാണ്. ഇനി ഇത് പറഞ്ഞതായ ഫ്രോയിഡ് പിന്നീട് നമ്മുടെ ഈ തിയോളജിക്കൽ തിങ്കിങ്ങിന്, ഞാനത് രാവിലെ പാസ്റ്ററോട് സംസാരിച്ച്, കുറച്ച് കഴിയുമ്പോൾ മാറ്റം ഉണ്ടാകും എന്നതുപോലെ ഈ പെർസ്പെക്റ്റീവിന് ഫ്രോയിഡിന് മാറ്റം ഉണ്ടായി. ഒരിക്കൽ റിലീജിയൻ ഇൻഫൻറ്റൈൽ നീഡാണ്, മതമെന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ ഫ്രോയിഡ് പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ, ഹൗവർ റിലീജിയൻ പ്രൊവൈഡ്സ് സം മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ടു ഇറ്റ്സ് അഡ്ഹറൻസ്. എന്നിരുന്നാലും മതവും ദൈവവിശ്വാസവും എന്ന് പറയുന്നത് അതിൻ്റെ അനുഗാമികൾക്ക് ചില നിഗൂഢമായ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടി സമ്മതിക്കുന്നുണ്ട്. ചുമ്മാതല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. എന്തോ നിഗൂഢമായ ചില മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്, നിഗൂഢമായ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ക്രിസ്തുമാർഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഭവമാണ് നിത്യരക്ഷ, പാപക്ഷമ, സകല ബുദ്ധിയും കവിയ ദൈവിക സമാധാനം. ലക്ഷങ്ങളുടെ ബാധ്യതയുള്ളപ്പോഴും ഫ്യൂസാകാതിരിക്കുന്ന ജീവിതം, ആത്മഹത്യയുടെ വഴി നേടാത്ത ജീവിതം, അത് ദൈവത്തിന് മാത്രമേ തരുവാൻ കഴിയുള്ളൂ. ആ സമാധാനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഒരു ബുദ്ധിക്കും മെഷർ ചെയ്യുവാൻ കഴിയാത്ത സകല ബുദ്ധിയും കവിയ ദൈവിക സമാധാനം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഇല്ലായ്മക്കാർ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ ഓണാകുന്നത് പോലെ, അല്ലെങ്കിൽ ഫാൻ ഓഫാകുന്നത് പോലെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒറ്റയടിക്ക് അപ്രത്യക്ഷമായില്ലെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമുക്കൊരു കാര്യം അറിയാം, ഈ യാത്ര ഞാൻ തനിച്ചല്ല, ദൈവം എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും ആ പ്രശ്നം എന്നെയും കൊണ്ടുപോകുകയില്ല, മറിച്ച് അതിനെ നാവിഗേറ്റ് ചെയ്യുവാൻ, അതിനെ മാനേജ് ചെയ്യുവാൻ എനിക്ക് കരുത്ത് തരുന്ന എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ വളർന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുവാനുള്ളതായ ഒരു വലിയ പവർ ദൈവം നമുക്ക് നൽകി തരും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയും. ആരും തനിച്ചില്ലെങ്കിലും നമ്മൾ നാടി ഉലയത്തില്ല. കാരണം നമുക്കറിയാം, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, അവൻ എൻ്റെ അമരക്കാരനാണ്, എൻ്റെ പടകിലുണ്ട്, ഞാനിവിടെ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ മുങ്ങുവാനുള്ള സകല സാധ്യതയുണ്ടായിരിക്കാം, പക്ഷേ എവിടെ മുങ്ങുമെന്ന് ഞാൻ ചിന്തിക്കുന്നു, എന്നെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നു, അവിടെ നട്ടല്ലോടെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിക്കണം, വിശ്വാസത്തിൽ വളരണം. പ്രതിസന്ധി നിന്നെ മുക്കിക്കളയത്തില്ല, ദൈവം കൂടെയുണ്ട്. കാലപ്പഴക്കം കഴിയുമ്പോൾ വിശ്വാസം ക്ഷീണിച്ചു പോകല്ലേ, ക്ഷയിച്ചു പോകല്ലേ. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യായ കർത്താവാണ്. ഹല്ലേലൂയ.
എൻ്റെ ഏതാവശ്യത്തിനും എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ വിഷയങ്ങളൊന്നും റിസോൾവ് ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ലെങ്കിലും, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കഴിയത്തില്ലെങ്കിലും, ഭാരമുള്ളവരും ഞെരുക്കമുള്ളവരും കടക്കാരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളതെങ്കിലും, സ്തോത്രം, എൻ്റെ കർത്താവാണ് എൻ്റെ ജാതിയുടെ ക്യാപ്റ്റൻ. എൻ്റെ മകൻ എനിക്കെതിരായി തിരിഞ്ഞാലും ദാവീദിനെ പോലെ പറയുവാൻ കഴിയണം, കർത്താവേ നീ എനിക്ക് ചുറ്റും പരിചയമാണ്. ഏത് വശത്തൂടി പ്രതിസന്ധി വന്നാലും നീ എനിക്ക് ചുറ്റും പരിചയമാണ്. എൻ്റെ തലയെ നീ ഉയർത്തുന്നവനാണ്. എൻ്റെ തല താഴ്ത്തുവാനും എൻ്റെ രക്തബന്ധം ശ്രമിച്ചാലും എൻ്റെ തല ഉയർത്തുന്നവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ തലയെ താഴ്ത്തുവാൻ എൻ്റെ രക്തബന്ധം ശ്രമിച്ചാലും എൻ്റെ തല ഉയർത്തുന്നവൻ എന്നോട് കൂടെയുണ്ട്. അവനാണ് എൻ്റെ ജാഥ ക്യാപ്റ്റൻ, അവനാണ് എൻ്റെ നായകൻ, അവനാണ് എൻ്റെ നടത്തിപ്പുകാരൻ. അവനറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല. പ്രൈസ് ദി ലോർഡ്. അല്പസമയം കരങ്ങൾ കർത്താവിനെ സ്തുതിക്കാം. യേശു എന്നോടൊപ്പമുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ തനിച്ചല്ല. ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തലാര ഔഡല ഹംദലാര ബൗഡല ശംദലാര ഗസ്തല ഔഡലാര ഹംദല ബൗഡല ശംദല ൗഡലാര ഹംദലാര ബൗഡല ശംദലാര. ഇത് പകൽക്കാലം കർത്താവേ ഞങ്ങൾ ജയമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തനിച്ചല്ല, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിട സംഭവിക്കട്ടെ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അവയൊന്നും നിന്നോടടുത്ത് വരില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തെടുക്കുകയില്ല. കാരണം ക്രിസ്തു കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം. ബാധ ഉണ്ടായിരിക്കാം, ദോഷങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധി ഉണ്ടാക്കുന്നതുണ്ടായിരിക്കാം, പക്ഷേ യു ആർ സേഫ് ആൻഡ് സെക്യൂർ. അതിന്റെ പൊട്ടൻഷ്യൽ അല്ല, ദൈവത്തിന്റെ ഗ്രേസ് ആണ്. ആ ഗ്രേസിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല. ദൈവം നിയമനം തന്നെങ്കിൽ, ദൈവം നിയോഗം തന്നെങ്കിൽ ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒറ്റപ്പെടൽ നല്ലതാണ്, ഓർപ്പിച്ചതുപോലെ. കൂടുതൽ നമ്മുടെ കർത്താവിനെ അറിയാൻ, കൂടുതൽ നമ്മെ അറിയാൻ, നമ്മുടെ വൾണറബിലിറ്റി അറിയുവാൻ, നമ്മുടെ പരിമിതികൾ അറിയുവാൻ, കർത്താവിനുള്ള നമ്മുടെ സാധ്യത തിരിച്ചറിയുവാൻ, ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒറ്റപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവേ, ഞാൻ ഒറ്റപ്പെടുന്ന എല്ലാ നിമിഷങ്ങൾക്കും നന്ദി എന്ന് പറയാൻ കഴിയണം. ഞാൻ ഒറ്റപ്പെടുന്ന എല്ലാ നിമിഷങ്ങൾക്കും നന്ദി. ഒറ്റപ്പെടുന്ന ഞാൻ തനിച്ചല്ല, കർത്താവിനോട് കൂടെയുണ്ട്. കർത്താവിനോട് കൂടെയുണ്ട്. രക്തബന്ധത്തിൽ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ കർത്താവിന് കഴിയുമെന്ന് കൂടെയുള്ളവൻ കരുതുന്നവനാണ്, കൂടെയുള്ളവൻ സൃഷ്ടിച്ചവനാണ്, കൂടെയുള്ളവൻ ഇന്ന് സൃഷ്ടിക്കുന്നവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ് ഞാൻ പറയുന്നത് അറിയാമോ? ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. ഒരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ കൂടി ഞാൻ നിങ്ങളോട് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഓടിച്ച് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ താങ്ക് യു. സി, ആദ്യത്തെ 3 ഭാഗങ്ങളും വളരെ വ്യത്യസ്തമായിട്ട് യേശുവിൻ്റെ പിന്നാലെ ഒരു വലിയ കൂട്ടം ചെന്നപ്പോൾ, പുരുഷാരം യേശുവിനോടൊപ്പം ചെല്ലുമ്പോൾ യേശു വിചാരിച്ചില്ലോ ഇത്രയും പേര് എന്നോടൊപ്പം ഉണ്ട്, ഇതൊരു വലിയ റോഡ് ഷോ ആണ് അല്ലേ, ഇവരെല്ലാം എന്നെ സെലിബ്രിറ്റി ആയിട്ട് കാണുന്നുണ്ട്, ഒരു പബ്ലിക് അക്സെപ്റ്റൻസ് എന്ത് ചെയ്യാണ് കൂടുകയാണ്.
ഒരു ദ കിങ്ഡം കൾച്ചർ ആൻഡ് സെക്കുലർ കൾച്ചർ ടോട്ടലി ഡിഫറെൻറ്റ്. കർത്താവ് എല്ലായ്പ്പോഴും ആ കിങ്ഡം കൾച്ചറിൽ കേന്ദ്രീകരിക്കപ്പെട്ടാണ് കർത്താവ് പോയത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇത്രയും പേരുണ്ട് എന്ന് ചിന്തിച്ച് സന്തോഷിക്കാതെ അവരോട് കർത്താവ് മെസ്സേജ് പറയുകയാണ്. എന്തറിയാമോ? നിങ്ങളെല്ലാം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാലുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, നിങ്ങളെല്ലാം ഹൃദയം കൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അതാണ് ഇതിൻ്റെ സന്ദേശം, ഇല്ലേ? നിങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് എൻ്റെ കൂടെ വരണം. അതിന് കർത്താവ് പറയുന്ന കാര്യമുണ്ട്. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഒക്കെ. ആരാണ് അപ്പനും അമ്മയും? നമുക്ക് ജീവൻ തന്നവരല്ലേ, ഇല്ലേ? നമുക്ക് ജീവൻ തന്നവർ. അതുമാത്രമല്ല, നമുക്ക് ജീവിതം തരാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ പല സന്തോഷങ്ങളും വേണ്ടാന്ന് വെച്ചവരാണ്. നല്ലൊരു അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം അതാണ്, അല്ലേ? കാരണം അവരാ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ജീവൻ നൽകിയ മക്കൾക്ക് പലതും ചെയ്യാൻ പറ്റാതെ പോകുമായിരുന്നു. നമ്മളെ നമ്മളാക്കിയതിന് പിന്നിൽ ദൈവം കഴിഞ്ഞാൽ ഒരു വലിയ പങ്ക് നമ്മുടെ പേരൻസിനാണ്. അത് നമ്മളോട് പറയുന്ന മദേഴ്സ് ഡേക്കും ഫാദേഴ്സ് ഡേക്കും മാത്രമല്ല, എല്ലാ ഡേയിലും അവരെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പിന്നീട് ജോസഫുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ ഡേയിലും അത് ഓർക്കണം. ഓക്കെ. പക്ഷെ ഇവിടെ പറയുന്നു അവരെ പകയ്ക്കണമെന്ന്. 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. പലതും പറഞ്ഞിട്ട് പറയുന്നു, പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമ്മൾ വേദപുസ്തകം പറയുന്നതിൻ്റെ ഓരോ സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇതാണ്: അവരെ പകയ്ക്കണമെന്നല്ല, അവരെ വൃദ്ധസദനങ്ങളിൽ ആക്കണമെന്നല്ല, നമ്മുടെ കരുതൽ വർഷത്തിൽ ഒരിക്കൽ ഒതുക്കണമെന്നല്ല, മറിച്ച് ജന്മം നൽകിയ ജീവിതം നൽകുവാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെച്ചതായ പേരൻസിനോട് എന്ത് ചെയ്യുക? അവരെക്കാൾ ഉപരിയായിട്ട് ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവിടെ ആവശ്യമുണ്ടെന്നാണ്, ഇല്ലേ? ഒരു ഡിറ്റാച്ച്മെൻറ്റ് പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം. 3 സമയങ്ങളിലാണ് നമ്മൾ പേരൻസിന് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അത് ഫാമിലി സെമിനാർ അവിടെ നിൽക്കട്ടെ. കല്യാണം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഡിറ്റാച്ച്മെൻറ്റ് നടക്കണം. ബൈബിൾ പറയുന്നത് അതുകൊണ്ടൊരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട്, നമ്മൾ ചില പേരൻസ് വിട്ടാലും അവർ വിട്ടുകൊടുക്കത്തില്ല. ഈ ഫാമിലി പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അതാണ്. വീട്ടിൽ നിന്ന് പോയാലും നമ്മുടെ മനസ്സിൽ നിന്ന് അവരെ പൊതിരും. ഞാൻ പണ്ടൊക്കെ ആ വാക്യം വളരെ ശക്തമായിട്ട് പറയാറുണ്ട്. ഇപ്പം പേടിയാണ്, മക്കളെ കല്യാണം കഴിക്കാറായി. അതാണ് ഒരു പേരൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കണം. നമുക്കെല്ലാം അങ്ങനെ ആങ്സൈറ്റി ഉള്ളവരാണ്. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. അത് കല്യാണത്തിന് മുമ്പ് തന്നെ ട്രെയിൻ ചെയ്യണം നമ്മുടെ മനസ്സിൽ. എന്നാലും നമ്മൾ ആവശ്യമില്ലാത്ത അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഇടിച്ചു കയറിയില്ല എങ്കിൽ നമ്മുടെ സൂപ്പർവിഷൻ നമുക്കുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നറിയാം, പേരൻസിനെക്കാട്ടിലും എന്ത് ചെയ്യണം? ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ആരുണ്ടാകണം? ദൈവത്തോട് ഉണ്ടാകണം. നമ്മുടെ മക്കളെ നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ? നമുക്ക് പേടിയാണ്. എന്നേക്കാൾ ഉപരിയായിട്ട് നീ യേശുവപ്പച്ചനെ സ്നേഹിക്കണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, എന്തെങ്കിലും പറയണേ, എന്നേക്കാൾ ഉപരിയായിട്ട്, മമ്മിയേക്കാൾ ഉപരിയായിട്ട്, മോളെ നീ യേശുവപ്പച്ചനെ ഏറ്റവും അധികം സ്നേഹിക്കണമെന്ന് എന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഉള്ളവരുടെ ഇത് സ്തുതിക്കുന്നു. അപ്പം അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ ഏറ്റവും വലിയ നിക്ഷേപമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ICICI ബാങ്കിൽ കോടികൾ ഇടുന്നതിനെക്കാട്ടി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അറിയാമോ, നമ്മൾ ആരെ ഇൻവെസ്റ്റ് ചെയ്തറിയാമോ? വി ആർ ഇൻവെസ്റ്റിംഗ് ദ ക്രിയേറ്റർ ഗോഡ്, അല്ലേ? സൃഷ്ടിതാവ് ദൈവത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കുകയാണ് ഇത് സത്യമാണല്ലോ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ഒരു ക്രൈസിസ് ഉണ്ടാകും, വലിയൊരു ക്രൈസിസ് വീട്ടുണ്ടാകുമ്പോൾ പപ്പായും മമ്മി എന്ത് ചെയ്യുക? മാറി ഇന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിനെന്ത് ചെയ്യുക? അവരെ ആ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അറ്റസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കേവലം ട്രാൻസ്ഫർ ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് നമുക്കൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എന്നറിയാമോ, നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ വഴികൾ തേടാതെ എല്ലാ വഴികളും അടയുമ്പോൾ നമ്മൾ മുട്ടുമടക്കി എന്ത് ചെയ്യണം? അപ്പനും അമ്മയും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെക്കാട്ടി വലിയ മെസ്സേജ് ഇല്ല. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിന് വളരെ അറ്റസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കൊച്ചു കുഞ്ഞാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ 8ലോ 7ലോ 6ലോ ഒക്കെ പഠിക്കുന്ന കുട്ടി അറ്റസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പപ്പായും മമ്മിയും ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് യേശുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു പ്രതിസന്ധിയിലും അവരാരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? യേശുവിൻ്റെ മുഖത്തേക്കാണ്.
ഈ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ നടക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? കുടുംബങ്ങളിലാണ്. വേൾഡ് കപ്പൊക്കെ ഇന്ന് നമ്മുടെ ഭവനങ്ങൾ, സമയങ്ങളൊക്കെ എടുത്ത് മാറ്റിമറിക്കുമ്പോൾ, കാണാണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ക്രിക്കറ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ബി ട്രാൻസ്പെറൻറ്റ് അല്ലേ, അതിനധികം സമയം പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, സമയമില്ല. ഞാൻ പറഞ്ഞു അറിയാമോ, ജീവിതത്തിലേറെ നമ്മൾ ഏറ്റവും എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ കണക്ട് ചെയ്തു ആത്യന്തിക യാഥാർത്ഥ്യമായ ദൈവമായിട്ട്. നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ദൈവവുമായിട്ട്. കുഞ്ഞുങ്ങളത് കാണുന്നു, ആ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നു. ആ കുഞ്ഞ് പിന്നീട് കാനഡയിൽ പോയാലോ ഓസ്ട്രേലിയയിൽ പോയാലോ ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. എന്താ അറിയാമോ? ദൈവമെന്ന സ്ക്രിപ്റ്റ്. യോസഫിലുണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ്. അതുകൊണ്ട് അവനറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വിളക്ക് കത്തും. ചേട്ടന്മാർ കെടുത്താൻ ശ്രമിച്ചാലും കത്തിക്കുന്നവൻ കൂടെയുണ്ട്. അവര് സ്വപ്നം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ കണക്ട് ചെയ്യുവാനുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ധൈര്യവും സമർപ്പണവും ദർശനവും പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. രണ്ടാമതായിട്ട് ആരെന്നറിയാമോ? ഭർത്താവും ഭാര്യയും ഭാഗത്തോടെ ഒരു ബോഡിയായിട്ട് മാറുകയാണ് അല്ലേ? ആ ഒരു ബോഡിയായിട്ട് മാറുന്നതായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പോലും അറ്റാച്ച്മെൻറ്റ് ആരോടായിരിക്കണം? കൂടുതലായിട്ട് ദൈവത്തോടായിരിക്കണം അല്ലേ? പണ്ടിങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രപ്പോസലൊക്കെ വന്ന സമയത്തെങ്കിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് നിന്നേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയുടെ സ്പിരിച്വാലിറ്റിയും അതേ വേവ് ലെങ്തായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനും അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും മനസ്സിലായി അവരാരെ സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബോഡിയായി തീരുന്നതായ ആ ഭർത്തൃ ഭാര്യ ബന്ധത്തിൽ പോലും ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? കർത്താവിന്. അതിൻ്റെ അർത്ഥം ജീവിത പങ്കാളിയെ നമ്മളൊരു അണ്ടർമൈൻ ചെയ്യണമല്ലോ. അപ്പോൾ ഈ പകയ്ക്ക് എന്ന വാക്കെടുത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോർച്ചർ ചെയ്യുന്നവരുണ്ട്. ഈ വിവാഹം കഴിയുന്തോറും എന്താണ്, ആ ബന്ധങ്ങൾ ഊഷ്മളത വർദ്ധിക്കണം അല്ലേ? പ്രത്യേകിച്ചെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞു, ഹണിമൂണിൻ്റെ സമയം, കുഞ്ഞുങ്ങളായി, പിന്നീട് കുഞ്ഞുങ്ങളാകുന്നു, പിന്നീട് പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവരും പറന്നു പോകും, പിന്നീട് ഹസ്ബൻഡ് വൈഫ് മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് ബന്ധങ്ങൾ ഊഷ്മളത വർദ്ധിക്കുകയാണ്. മിക്കവാറും അവന് വർദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക്, റിയലൈസേഷനിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭർത്തൃ ഭാര്യ ബന്ധത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ആ ഊഷ്മളത വർദ്ധിക്കുന്ന പോലെ കർത്താവുമായുള്ള ബന്ധത്തിലും നമ്മുടെ ആ ഊഷ്മളത വർദ്ധിക്കണം. കർത്താവുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മൾ ആദ്യം വന്നപ്പോൾ സഭയുടെ ഭാഗമായില്ലോ, അന്നൊരു വലിയ സ്നേഹം ഉണ്ടായിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? കാണുന്നു, കൈ കൊടുക്കുന്നു, ചുമ്മനം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊരു 10-30 വർഷം കഴിയുമ്പോൾ കുറഞ്ഞു പോകല്ലേ? അതെ, കുറഞ്ഞു പോകല്ലേ? ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. പെന്തക്കോസ്തിലേക്ക് ആളുകളെ ആകർഷിക്കപ്പെടുന്നതിൻ്റെ പല റീസൺ അതാണ്. ആ കൂട്ടായ്മയുടെ ബന്ധം, ആ സാഹോദര്യം, ഞാൻ തനിച്ചല്ല എന്നുള്ള ഫീലിങ്. എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്? ഒന്നൊരു വെന്റിലേഷനാണല്ലേ, വേദനകളൊക്കെ വെന്റിലേറ്റ് ചെയ്യാൻ സ്പേസ് കിട്ടുന്നുണ്ട്. 2, എൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഘോഷമാക്കാതെ പ്രാർത്ഥിക്കുന്ന ചിലരിവിടെ ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ മീറ്റിങ്ങുകൾ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ സെൽ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മൾ വർദ്ധിച്ച് വരേണ്ടത് ആവശ്യമുണ്ട്. ഇനിയും അടുത്തതായിട്ട്, അപ്പോൾ ഭർത്തൃഭാര്യ ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് കൂടുതലായിട്ട് കർത്താവുമായി കണക്ട് ചെയ്യുക. ഇനിയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും. മക്കളാരാണ്? ചിലർക്ക് മക്കൾ ദൈവമായിട്ട് മാറാറുണ്ടല്ലോ ഇല്ലയോ? അതൊരു വലിയൊരു അപകട മേഖല തന്നെയാണ്. മക്കൾ നമ്മുടെ രക്തബന്ധമാണല്ലയോ? നമ്മൾ ജീവൻ നൽകിയവരാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ തുടർച്ച നിർത്തുന്ന ആരാണ്? നമ്മുടെ മക്കളാണ്. അവരെ പകയ്ക്കണമെന്ന് പറയുമ്പോൾ അവരെ കാട്ടിലുപരിയായി കർത്താവിനെ സ്നേഹിക്കണമെന്നാണ്. അവരെ ടോർച്ചർ ചെയ്യണമെന്നല്ല, അവർക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടെന്നല്ല, അല്ല നമ്മൾ ചെയ്യണം. അത് ചെയ്യേണ്ട ഇവിടുത്തെ പൗരസമിതിയല്ല, സ്കൂളല്ല, സ്കൂളിലെ കൗൺസിലറും അല്ല, വീട്ടിലെ അപ്പനും അമ്മയാണ്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം.
പക്ഷേ അവരെക്കാട്ടിലുള്ള അറ്റാച്ച്മെൻറ്റ്, അവരെക്കാട്ടിലും അറ്റാച്ച് ചെയ്യുന്ന ആരോടാണ്? കർത്താവിനോടാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്ത വാക്കിങ്ങനെയാണ്, സഹോദരന്മാരെയും, അത് ഞാൻ സിബ്ലിങ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? പ്രത്യേകിച്ചെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹോദരന്മാർ മാത്രമാണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യും? ആ സിബ്ലിങ്സ് റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോയിക്കോളും. ഇത് സഹോദരിമാരുടെ ഇടയിൽ വളരെ കുറവാണ് അല്ലയോ? അവർക്ക് കുറച്ചുകൂടി ഈ ആ സിബ്ലിംഗ് റിലേഷൻഷിപ്പ് പൊതുവെ അങ്ങനെ വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനിയും ആ സിബ്ലിങ്സ് എന്ന് പറയുന്നത് ലബോറട്ടറി ആണല്ലേ? നമ്മൾ പലതും കൊച്ചുകുട്ടിയൊക്കെ പലതും കാണുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന മേഖലയാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ആ സിബ്ലിങ്സിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആരോട് അറ്റാച്ച് ചെയ്യണം? കർത്താവിനെ അറ്റാച്ച് ചെയ്യണം ഇല്ലേ? സിബ്ലിങ്സിനെ വെറുക്കണമെന്നല്ല, അവർ തനിച്ചാണെങ്കിൽ എത്ര ആത്മീയം പറഞ്ഞാലും നമ്മുടെ സഹോദരങ്ങളോട് ചെയ്യേണ്ട എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതിനേക്കാൾ ഒരു പടി കൂടി ആയിരിക്കണം ആരോടുള്ള സ്നേഹം? യേശുവിനോടുള്ള സ്നേഹം എന്ന് പറയും. ഇതൊക്കെ ചെയ്യാത്തവന് ഒരു വിശ്വാസിയായിരിക്കുവാൻ കഴിയും, ഒരു പാസ്റ്ററായിരിക്കുവാനും കഴിയും, പക്ഷേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഞാനീ പറയുന്ന ബൈബിളിലെ വാക്യമാണ് ഇത്. പക്ഷേ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്യമല്ല, നമ്മളെ തൊടുന്ന വാക്യമാണ്. തൊടുന്ന വാക്യങ്ങൾ സ്വീകരിക്കണം. അത് നമ്മളെന്ത് ചെയ്യും? തൊടുന്ന വാക്യങ്ങളാണ് നമ്മളെ നടത്തുന്നത്, നമ്മളെ ചലിപ്പിക്കുന്നത്, നമ്മളെ പുറപ്പാടിനെ സഹായിക്കുന്നത്, എക്സോഡസിന് സഹായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ ടച്ച് ചെയ്യുന്ന വാക്യങ്ങളാണ്, സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളല്ല. സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റ് ചർച്ചിലും കേട്ടിട്ടുണ്ട്, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളാം. സന്തോഷിപ്പിച്ചെല്ലാം നമ്മൾ ഇരുത്തിയതേ ഉള്ളൂ, നമ്മളെ നടത്തിയിട്ടില്ല, ചലിപ്പിച്ചിട്ടില്ല, ഓടിച്ചിട്ടില്ല. ചില വേദനിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട്, അതും ബൈബിളിലുള്ളതാണ്. സൗകര്യപൂർവ്വം അതിനെ കണ്ണടച്ച് കളയല്ലേ, ബൈബിളിൻ്റെ സമഗ്ര ദർശനം ഉൾക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുള്ളൂ. കർത്താവിന് ഒന്നാം സ്ഥാനം നൽകി നമ്മൾ ആരായിട്ട് മാറണം? കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മാറണം. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മുടെ സഭകളിൽ ശക്തമായിട്ട് പഠിപ്പിക്കണം. ഇനിയും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. എന്താ പ്രിയപ്പെട്ടവരർത്ഥം? തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഓരോ മനുഷ്യനും ചുമക്കുവാൻ ദൈവം അനുവദിച്ച ഓരോ ക്രൂശുണ്ട്. ആ ക്രൂശ് നമ്മളെ നിത്യതയോട് അടുപ്പിക്കുന്നതാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ ക്രൂശ് മാറണമെന്നില്ല. ദാറ്റ് ഈസ് ഇറിപ്പയറബിൾ. ദൈവത്തിന് റിപ്പയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ ആ ക്രൂശ് നമ്മളെ കർത്താവിനെ അടുപ്പിക്കുന്നതാണ്. കർത്താവിനോട് അടുപ്പിക്കുന്ന ആ ക്രൂശ് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറും? കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മാറും. സ്തോത്രം. പൗലോസ് ആരായിരുന്നു? നല്ലൊരു ആത്മീയ, നല്ലൊരു തിയോളജിയനായിരുന്നു അല്ലേ? എബ്രായ ലേഖനം പൗലോസ് എഴുതിയതാണ് നമ്മൾ സമ്മതിക്കുന്നെങ്കിൽ 14 പുസ്തകങ്ങളൊക്കെ പൗലോസ് എഴുതിയിട്ടുണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവരാണ്. പക്ഷേ പ്രാർത്ഥന കുറഞ്ഞിട്ടാണോ? നല്ലോണം പ്രാർത്ഥിക്കുവാൻ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു നമ്മൾ അപ്പോസ്തലർ പ്രവൃത്തി വായിക്കുന്നത് 16-ാം അധ്യായത്തിൽ. അന്ന് അത്ഭുതങ്ങൾ കണ്ടു. പക്ഷെ തൻ്റെ ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്തറിയാമോ? അത് കർത്താവിനോട് കർത്താവ് പറയാം, നീ അവിടെ ഇരിക്കുക, എൻ്റെ കൃപ നിനക്ക് മതി. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ച് കാരാഗ്രഹത്തെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിലെ ചെങ്ങലകളൊക്കെ താഴെയുണ്ട്. പക്ഷേ ഇത് അവൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രാർത്ഥനക്കുറവല്ല, അത് കർത്താവ് പൗലോസ് നൽകിയതായ ഒരു സ്വകാര്യ ഒരു അനുഭവമാണ്. നിത്യതയോട് അടുപ്പിക്കുവാൻ വേണ്ടി എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആ ക്രൂശ് കർത്താവ് മാറ്റിയില്ല. രോഗം മാറ്റാതെ രോഗത്തിനുള്ളിൽ കർത്താവ് സൗഖ്യം കൊടുത്തു. കർത്താവിൻ്റെ സൗഖ്യം 2 വിധത്തിലുണ്ട്. രോഗത്തിൽ നിന്ന് സൗഖ്യം തരുന്ന ദൈവം. വിശ്വാസയാത്രയുടെ ആദ്യ അനുഭവങ്ങളിൽ ചില സമയത്ത് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ആത്മീയ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെന്ന് ബിൽഡ് ചെയ്ത് നമ്മളെ ആത്മീയ പക്വതയിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ അറിയാമോ, കർത്താവ് രോഗത്തിനുള്ളിൽ സൗഖ്യം തരും.
രോഗത്തിന് സൗഖ്യം തരത്തില്ല, രോഗം കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ആ രോഗത്തിനുള്ളിൽ ഇതുണ്ടെങ്കിലും കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഒരു റിയലൈസേഷനിലേക്ക് ദൈവം നമ്മളെ നയിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന ക്രൂശുകളുണ്ട്. ആ ക്രൂശുകൾ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയില്ല എങ്കിൽ, ദൈവത്തിന് പദ്ധതി ഇല്ലാത്തതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഹൃദയപൂർവ്വം കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യണം. അതായിരിക്കും നമ്മളെ നിത്യതയോട് അടുപ്പിക്കുന്നത്. പാട്ടുകാരൻ പറഞ്ഞ ദൈവം നിത്യതയോട് അടുപ്പിക്കുന്ന എൻ്റെ എല്ലാ ക്രൂശുകൾക്കും നാഥാ നന്ദി. വളരെ ഡീപ്പാണ്, നല്ല ഡെപ്തുള്ളതായ ഒരു വരികളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിലതിനെ വിട്ടുപിരിയുക മാത്രമല്ല. ആരെയൊക്കെ വിട്ടുപിരിയണം? അപ്പനെ, അമ്മയെ, ഭർത്താവിനെ, ഭാര്യയെ, സഹോദരങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. കർത്താവുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യണം. ഈ വിഷയം വരുമ്പോഴെന്തിനാ? ക്രൂശിനെ ഡിറ്റാച്ച് ചെയ്യല്ലേ, ക്രൂശിനെ അറ്റാച്ച് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റേതിനെയൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ക്രൂശിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ കൊണ്ട് നടക്കണം. എന്തിനാണ് കൂടെ കൊണ്ടുപോകണം കർത്താവ് പറയുന്നത്? നമ്മളെ നിത്യതയിൽ കൂടെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലേ? ഈ സമ്പന്നതയിൽ ദൈവത്തെ വേണ്ട എന്ന് വെച്ചൊരു ഒത്തിരി പേരാണ്. ഇല്ലായ്മയിൽ ദൈവത്തെ വേണ്ട എന്ന് വെച്ചൊരു ചുരുക്കമാണ്. സമ്പന്നതയിൽ ദൈവത്തെ വേണ്ട എന്ന് വെച്ച് ഉള്ളത് ധാരാളം ആളുകളാണ്. സമൃദ്ധിയിൽ ദൈവത്തെ അധികപ്പറ്റായി കണ്ടവരുണ്ട്. പക്ഷേ ഇല്ലായ്മയിൽ ദൈവത്തെ അധികപ്പറ്റായി ബാധ്യതയായി കണ്ടുള്ള ചുരുക്കമാണ്. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങ് എനിക്ക് അനുവദിച്ച, എൻ്റെ കുടുംബത്തിന് അനുവദിച്ച ക്രൂശിനായി നന്ദി. അത് രോഗമായിരിക്കാം, ചില ഇറിപ്പയറബിൾ വിഷയങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ ചില സ്വകാര്യ അനുഭവങ്ങളായിരിക്കാം, അതാരോടും പറയാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ അതും നമ്മളെ കർത്താവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാക്കുവാൻ ദൈവം അനുവദിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നു. ഈ നമ്മൾ എന്ത് കാര്യം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു എന്താണ് നമ്മൾ വേണ്ടാന്ന് വെക്കും. ഉദാഹരണം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വയറ് നിറയുമ്പോൾ എന്ത് നമ്മൾ മതിയെന്ന് പറയും, ഇല്ലേ? പക്ഷേ ദൈവത്തെ ഒരാൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മതിയെന്ന് പറയത്തില്ല. ഇപ്പം നിങ്ങൾ ഒത്തിരി കോടികളുണ്ടെന്നിരിക്കണം. എനിക്ക് ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ ഒത്തിരി കോടികളും ഫ്ലാറ്റും ഒക്കെ കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വലിയ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിനകത്ത് വലിയ കാര്യമില്ലെന്ന്. എല്ലാത്തിനും നമുക്കൊരു എന്താണ്, ഒരു മൊണോട്ടണി, ഒരു ബോറിങ്, ഒരു വിരസത ഉണ്ടാകും. പക്ഷെ ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരിക്കലും വിരസത ഉണ്ടാകില്ല. ഇക്കണോമിക്സിലൊരു തത്വമുണ്ട്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. പണ്ട് ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഒന്നാമത്തെ വിശന്നിരിക്കുമ്പോൾ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആപ്പിളിന് ലഭിക്കുന്ന ഉപയുക്തത രണ്ടാമത്തെ ആപ്പിളിന് ലഭിക്കത്തില്ല. മൂന്നാമത്തെ ആപ്പിൾ കുറച്ചുകൂടി കുറയും. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എല്ലാറ്റിനും കാര്യത്തെ തത്വം ബാധകമാണ്, പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തെ തത്വം ബാധകമല്ല. സംഗീതക്കാരൻ പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, 21 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നാലും അത് വിരസതയല്ല, അത് അനുഗ്രഹമാണ്. നാം അടുക്കും തോറും നാം വളരുകയാണ്. അടുക്കും തോറും കർത്താവിനെ മനസ്സിലാക്കുകയാണ്. അടുക്കും തോറും നമ്മെ തന്നെ തിരിച്ചറിയുകയാണ്. നമ്മുടെ ശൂന്യതകളെ തിരിച്ചറിയുന്നു, കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയമായി വളരുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. സ്തോത്രം. നമ്മുടെ വിഷയം എന്താണ്? കർത്താവിനോട് ഒപ്പമുള്ളതായ യാത്ര. കർത്താവിനോടൊപ്പമുള്ളതായ യാത്ര. സ്തോത്രം. ഞാൻ ഈ വിഷയം തുടരുമ്പോൾ തന്നെ പുതിയ നിയമത്തിൻ്റെ വ്യക്തിയും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. അത് മറ്റാരുമല്ല, ശിഷ്യന്മാർ കൂടെ യോഹന്നാൻ. വലിയ എഴുത്തിയാട്ടക്കാരനൊന്നുമല്ല. പത്രോസിനെ പോലെ എപ്പോഴും സംസാരിച്ചു കൊണ്ടൊന്നും ഇരിക്കുന്നില്ല. പക്ഷേ അവൻ്റെ വർക്കുകൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. പ്രവൃത്തിയിലൂടെ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന, യേശുവിൻ്റെ മാർവിൽ ചാരിയിരിക്കുന്ന അനുഭവമൊക്കെ അതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാനിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നിശബ്ദനായിട്ട് കർത്താവിൻ്റെ മാർവിൽ ചാരിയിരിക്കുന്നു. ഒരിക്കലും കർത്താവെങ്കിൽ തന്നെ നിങ്ങളിൽ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം പകച്ചുപോയി.
കർത്താവിനോട് ചോദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല, കെൽപ്പുണ്ടായില്ല. എല്ലാവരും ആംഗ്യം കാട്ടി. പത്രോസ് ആംഗ്യം കാട്ടി. യോഹന്നാനോട് നീ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പത്രോസിനും അറിയാം ഇവന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന്. ഇവൻ ചോദിച്ചാൽ കർത്താവ് ഫലസിക്കത്തില്ല. കാരണം ഇരിപ്പ് എപ്പോഴും അറിയാം, കർത്താവിനോട് കൂടെയാണ്, ഇല്ലേ? കർത്താവിനെ മാർവിൽ ചാരിയിരിക്കുകയാണ്. കർത്താവിനെ മാർവിൽ ചാരിയിരിക്കുന്നവന്, അടുത്ത് ജീവിക്കുന്നവന് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന, കർത്താവ് മറുപടി പറയുമെന്ന് മറ്റുള്ളവനെ തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് ചിലർക്കും വിശ്വാസമില്ല, എൻ്റെ വിഷയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഈ വ്യക്തി പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. എല്ലാവരെയും കുറിച്ചൊന്നുമില്ല. ശിഷ്യന്മാർക്കും അറിയാം ഇവന് ചോദിക്കാറായിട്ടുണ്ട്. ചോദിച്ചാൽ കർത്താവ് കേൾക്കും, കർത്താവ് പറയും. ഇതിൻ്റെ കാരണം യേശുവിനെ മാർവിൽ ചാരിയിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. എക്സോഡസ് സഭയുടെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ സഭയുടെ നാഥനായ കർത്താവിനോട് ചേർന്ന് അടുത്തുള്ളതായ ഒരു ബന്ധം ഇനിയുണ്ട്. അതവനെ കൊണ്ടെത്തിച്ചറിയാമോ? കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, കർത്താവെ, നിന്നോട് മരിക്കുവാൻ, തടവിലാകുവാൻ, നിനക്ക് വേണ്ടി ജീവനൊക്കെ വെച്ച് തരാൻ ഞാൻ തയ്യാറാണ്. ഭയങ്കര, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ഭയങ്കര വാചകമടിയായിരുന്നു, വാചക കസർത്തായിരുന്നു. നിന്നോടൊപ്പം തടവിലാകാൻ കർത്താവ്. ഇവൻ വിചാരിക്കും ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ എന്തറിയാം, ഓക്കെ പറയാം. കർത്താവിനറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. ഇന്നത്തെ അവൻ്റെ ജീവിതം നാളെ ആകാൻ പോകുന്ന കർത്താവിനറിയാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വാചക കസർത്ത് നടത്തിയിട്ടില്ല. പക്ഷേ ശബ്ദം കുറവാണെങ്കിലും ഹൃദയം കർത്താവിനോടൊപ്പമായിരുന്നു. ഹൃദയം കർത്താവിനോടൊപ്പമായിരുന്നു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില സഹോദരിമാരോടൊപ്പം യോഹന്നാൻ മാത്രം ക്രൂശിൻ്റെ ചുവട്ട് നിലയുറപ്പിച്ചു. ആ അടുപ്പം അവനെ കൊണ്ടെത്തിച്ചത് ഏത് അവസരത്തിലും കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാനാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ കാണുവാനും അടയാളങ്ങൾ കാണുവാൻ വേണ്ടി മാത്രമല്ല, കർത്താവ് കടന്നു പോകുന്ന ആ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കുവാൻ മനസ്സോടല്ലെങ്കിലും വിട്ടുപിരിയാതെ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിലയുറപ്പിക്കുകയാണ്. അന്ന് യോഹന്നാൻ കേട്ടൊരു ശബ്ദമുണ്ട്, സകലവും നിവർത്തിയായി. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അതാരും പറഞ്ഞു കേട്ടതല്ല, യോഹന്നാൻ നേരിക്കേട്ടതാണ്. സകലവും നിവർത്തിയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മൾ ഒറ്റയ്ക്ക് തനിച്ച് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ചില വാക്കുകളുണ്ട്, ചില സങ്കീർത്തനങ്ങളുണ്ട്, ചില പാട്ടിൻ്റെ വരികളുണ്ട്, ചില വാക്കുകളുണ്ട്. അത് നമ്മളെ ഹീൽ ചെയ്യുന്നതായിരിക്കും, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതായിരിക്കും. അന്ന് കേട്ടത് ആരും കേൾക്കാത്ത യോഹന്നാൻ കേട്ടു. ആരും കാണാത്തത് കണ്ടു. എന്താണറിയാം? ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടു. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകി. കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് തൻ്റെ കരങ്ങൾ കൊണ്ട് ലേഖനത്തിൽ എഴുതുകയാണ്, കാൺമീൻ. ലോകത്തെ മുഴുവൻ വിളിക്കുകയാണ്, കാൺമീൻ, ലുക്ക് അറ്റ് ദ ക്രോസ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് യോഹന്നാൻ എന്ത് ചെയ്തു? ക്രൂശിൽ കണ്ടു. യേശുവിൻ്റെ വേദനയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അടുത്തുള്ള ജീവിതം ക്രൂശിനോടടുപ്പിച്ചു. അത് യോഹന്നാൻ അനുഗ്രഹമായതറിയാമോ? കാഴ്ചകൾ കാണുവാൻ, ചിലത് കേൾക്കുവാൻ. അത് മാത്രമല്ല, ഇനിയും പത്മോസിൽ പോകുവാൻ പോലും എന്ത് ചെയ്തു? യോഹന്നാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് റിട്ടേണൊക്കെ കർത്താവ് കൊടുത്തു. പക്ഷേ അവിടെ എന്ത് അറിയാമോ? താൻ അനുഭവിച്ച് ആർജിച്ചതായ ദൈവസാന്നിധ്യമാണ്, കർത്താവുടെ ബന്ധമാണ് ഏതനുഭവത്തിലേക്കും പോകുവാൻ യോഹന്നാനെ ശക്തീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഏതനുഭവത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ തനിച്ചല്ല, കർത്താവ് കൂടെയുണ്ട്. യോഹന്നാൻ കർത്ത ദിവസം എന്ത് ചെയ്തു? ആത്മവിവശനായി, ഇല്ലേ? അന്ന് യോഹന്നാൻ ലഭിച്ച വെളിപ്പാട് എന്തോ വലിയ വെളിപ്പാടായിരുന്നു. ആ ഏകാന്ത ദ്വീപിൽ എന്ത് ചെയ്തു? കർത്താവ് യോഹന്നാന് പ്രത്യക്ഷനായി. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവന് ഏകാന്തതയുടെ അനുഭവത്തിൽ പ്രത്യക്ഷനാവുന്ന കർത്താവുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ വിലയുറപ്പിച്ച് വില കൊടുത്ത് നിൽക്കുന്നവൻ ഏത് ഏകാന്തതയിൽ പോയാലും അവന് വേണ്ടി ഇറങ്ങിയ ഒരു കർത്താവുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയാലും സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ ഡൊമീഷ്യനും കഴിയത്തില്ല. സ്വർഗത്തിലെ വാതിൽ തുറക്കും. പ്രൈസ് ദി ലോർഡ്. അടുപ്പം കർത്താവിനോടാണെങ്കിൽ
കർത്താവ് വാതിൽ തുറക്കും. വെളിപ്പാടിൻ്റെ വാതിൽ, നന്മയുടെ വാതിൽ, എല്ലാ അർത്ഥത്തിലും ദൈവം വാതിൽ തുറക്കും. നമ്മുടെ കണ്ണുകളെ ദൈവം അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടൊപ്പമുള്ള യാത്ര. ക്രൂശിൻ്റെ ചുവട്ടിൽ കർത്താവിനോടൊപ്പം നിൽക്കുന്ന യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട് പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോഴും കർത്താവ് അവനെ തേടിയെത്തുകയാണ്. സ്വർഗം തുറന്നു. അനന്തരം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഡൊമീഷ്യൻ രാജ്യത്തിൻ്റെ വാതിൽ അടച്ചു. രാജാതി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. ആർക്കു വേണ്ടി? വിട്ടുപിരിയാതെ കൂടെ സഞ്ചരിച്ചവന് വേണ്ടി വെളിപ്പാടിൻ്റെ വാതിൽ, ദർശനത്തിൻ്റെ വാതിൽ ദൈവം തുറന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ശിഷ്യത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നാം ഏത് ദ്വീപിലേക്ക് എറിയപ്പെട്ടാലും, എവിടെ തനിച്ചായി തീർന്നാലും, യോസഫിനെ പോലെ പൊട്ടക്കിണറ്റിൽ വീണാലും, യോഹന്നാനെ പോലെ ഒറ്റയ്ക്ക് ക്രൂശിന് ചുവട്ടി നിൽക്കേണ്ടി വന്നാലും, പത്മോസ് ദ്വീപിലായാലും, അവിടെയും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട്, തുറക്കപ്പെടുന്ന സ്വർഗമുണ്ട്. ആ കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.